വനിതകൾ കേരളത്തിൽ ഉയർത്തിവിട്ട ആ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു ലേഖനമെഴുതി. ആ ലേഖനത്തിൽ അമീദ് ചേന്നമംഗലൂർ അടിമലയിട്ട് പറഞ്ഞു, കാന്തപുരം ഖുറാഫിയാണ്. എന്നാൽ ലോകം തിരിഞ്ഞവരും നവോത്ഥാനക്കാരുമാണെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ മുജാഹിദുകൾക്കോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഇന്ന് വരെ നവോത്ഥാനകാരികളാകാൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയുന്നത്, വഹാബികൾ ഇന്ന് വരെ പള്ളിന്റെ ഉള്ളിക്ക് വനിതകളെ കൊണ്ടുവന്നിട്ടില്ല. ഔളും കലക്കിരുത്തല. ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞു, ഇന്ന് വരെ ഒരൊറ്റ മുജാഹിദ് പള്ളിയിലും യഥാർത്ഥ പള്ളിയാകുന്ന അകത്തെ പള്ളിയിൽ ഒരൊറ്റ പെണ്ണിന് ഇതുവരെ പെർമിഷൻ കൊടുത്തിട്ടില്ല. കാലം കുറയായി മുജാഹിദുകൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നു. പക്ഷേ അത് നിരർത്ഥകമാണ്, അത് വെറും പൊങ്ങച്ചമാണ്. വിഷയത്തിൽ അവരും കാന്തപുരത്തെ പോലെ തന്നെ സ്ത്രീകളെ അവഗണിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ ആണുങ്ങൾ ഇരിക്കുന്ന അകത്തെ പള്ളിയിൽ വഹാബികളും പെണ്ണുങ്ങളെ ഇരുത്താത്തത്. വീണ്ടും അയാൾ മാലയായി നിങ്ങളവര് പള്ളിയൊക്കെ കൊണ്ടുപോകും. ഇപ്പോഴും മിമ്പറ പുരുഷ മേധാവിത്വത്തില്ല. ഇന്ന് വരെ ഒരു സ്ത്രീക്കും ഒരു വഹാബിയും ഒരു മൗദൂദിയും അവരുടെ മിമ്പറ വിട്ടുകൊടുത്തിട്ടില്ല. കാലം എത്രയായി നമ്മൾ പള്ളിക്കൊന്ന് ബാങ്ക് കേൾക്കണ്. ഇപ്പോഴും കാന്തപുരത്തിന്റെ പള്ളിയിൽ കൊടുക്കണ മാതിരി വഹാബി പള്ളിക്കലും ജമാഅത്ത് പള്ളിക്കലും ഒക്കെ ബാങ്ക് കൊടുക്കുന്നത് ഇപ്പോഴും ആണുങ്ങളാണ്. ഇപ്പോഴും പുരുഷ മേധാവിത്വം എല്ലാത്തിലും ഉണ്ട്. കാന്തപുരം മാത്രം ഏറെ ആവൂല. കാന്തപുരം ഉസ്താദ് മാത്രമല്ല യാഥാസ്ഥികൻ, എല്ലാരും യാഥാസ്ഥികരാ. കാന്തപുരം ഉസ്താദിന്റെ പള്ളി മെമ്പർ ആണുങ്ങളാ കൈകാര്യം ചെയ്യണത്. ഇതുപോലെ വഹാബി പള്ളിയിലും മെമ്പർ ആണുങ്ങൾ എടുത്താണ്. അതുപോലെ ബാങ്ക് കൊടുക്കുന്ന മൈക്ക് ഇപ്പോഴും പുരുഷൻ മേധാവിത്വത്തില്. എല്ലാ പള്ളിയുടെയും അകത്ത പള്ളി ഇപ്പോഴും പുരുഷ മേധാവിത്വത്തിന്റെ കൈകളിലാണ്. ഇതിന് മറുപടി പറയാൻ ഇന്ന് വരെ പൊതുസമൂഹത്തിന്റെ കയ്യടി നേടി മതത്തെ വികൃതമാക്കുന്ന വിധേയ കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല. ഇതുപോലെ റഷീദ് റിള എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാമിനെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോ ഇസ്ലാമിലെ എല്ലാ ആശയങ്ങളും യുക്തിഭദ്രമാണ്. ആ യുക്തിഭദ്രമായ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ എന്റെ യുക്തിക്ക് വോൾട്ടേജ് കുറവാണ് എന്നതിന്റെ അർത്ഥം. ആശയത്തിന് വോൾട്ടേജ് കുറവുണ്ട് എന്നല്ല. ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം യൂറോപ്യരുടെ മുന്നിൽ അഭിമാനം നടിക്കാൻ അയാൾ മുഅ്ജിസത്ത് കറാമത്തിനെ തള്ളാൻ തീരുമാനിച്ചു. മുഅ്ജിസത്ത് കറാമത്ത് അംഗീകരിക്കലാണ് ഇസ്തിഗാസ നടത്തുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അവർക്ക് അല്ലാഹു കാരണങ്ങൾ അറിയാതെ കാര്യം നടത്താൻ കൊടുത്തൊരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ കറാമത്തിലൂടെ. ആ കഴിവ് ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ഇസ്തിഗാസയിലൂടെ, മുഅ്ജിസത്തിലൂടെ. ഇത് നിരർത്ഥകമാണ്. ഇത് പാടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷീദ് റിള ലോകത്തോട് പറയുകയാണ്. കാരണം എങ്ങനെ കാര്യം നടത്തി എന്നറിയാത്ത കോലത്തിൽ ഒരാൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ച് അയാളോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാവും. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള കറാമത്ത് നമ്മൾ തേടുന്നു. ആ കറാമത്തിലൂടെ എങ്ങനെ അവിടുന്ന് നമ്മെ സഹായിക്കുന്നു എന്ന കാര്യം നമുക്കറിയില്ല. ഇങ്ങനെ കറാമത്ത് സ്വീകരിച്ച് കാര്യം നടത്തുമെന്ന് വിശ്വസിച്ച് വിളിച്ചാൽ അത് പ്രാർത്ഥനയാകുമെന്ന് യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ തൗഹീദ് ഈ ലോകത്ത് ആദ്യമായി പ്രചരിപ്പിച്ച റഷീദ് റിള എന്ന് പറയുന്ന യുക്തി ആ യുക്തിവാദിയെ പിന്തുടർന്ന് വിശ്വാസികളെ മുഴുവനും കാഫിറാക്കി. അവർ പ്രാർത്ഥനയ്ക്ക് പുതിയ വാദകോലാഹലങ്ങൾ കൊണ്ടുവന്നു. ഇവിടെയാണ് നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, എന്റെ ആരാധന നിനക്കുള്ളതാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. ആരാധനയുടെ മജ്ജയാണ്, ആരാധനയുടെ മർമ്മമാണ്, ആരാധനയുടെ ധർമ്മമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന എന്താണെന്നറിയാം. ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക, ഒരു വിളി എപ്പോഴാണ് ആരാധനയാവുക, എപ്പോഴാണ് ആരാധനയാകാതിരിക്കുക എന്നറിയാൻ എന്റെ മുന്നിൽ ഒരു മാർഗമുണ്ട്. അത് സിറാത്തുൽ മുസ്തഖീമിൽ അതെങ്ങനെ പരിഗണിച്ചു എന്ന് പരിശോധിക്കലാണ്. ഏതാണ് സിറാത്തുൽ മുസ്തഖീമിന്റെ അടിയാധാരങ്ങൾ? അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സിദ്ദീഖുകളുടെ വഴിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. സുഹൃത്തുക്കളെ, വഫാത്തായ ഹബീബിനെ വിളിക്കൽ,
തൗഹീദിനെതിരല്ല, അത് പ്രാർത്ഥനയല്ല, അത് അവിടത്തെ മുഅ്ജിസത്ത് അംഗീകരിച്ചുകൊണ്ടുള്ള ഇസ്തിഗാസയാണ്, അത് അവിടത്തോടുള്ള സഹായതേറ്റമാണ്, അത് പ്രാർത്ഥനയാവൂല എന്ന് ലോകത്തെ പഠിപ്പിച്ച ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ച നേതാവാരാണ്? ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർ ആരാണോ ആ മെമ്പറാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി കിടക്കുമ്പോ വഫാത്തായി കിടക്കുന്ന ഹബീബിന്റെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആ ഹബീബിന്റെ മുഖത്തുള്ള മുണ്ട് മാറ്റിയിട്ട് അവിടുത്തെ പൂമുഖത്ത് ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതാ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. യാ റസൂലല്ലാഹ് ഉദ്കുർനാ ഇൻദ റബ്ബിക യാ നബിയല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, വഫാത്തായ നബിയെ വിളിക്കുന്നു എന്ന് മാത്രമല്ല, പാരത്രിക ലോകത്തെ മോക്ഷത്തിന് വേണ്ടി ഹബീബിനോട് റെക്കമെൻഡ് ആവശ്യപ്പെടുകയാണ്. ഉദ്കുർനാ ഇൻദ റബ്ബിക യാ റസൂലല്ലാഹ്. ഞങ്ങളെ മുമ്പ് റബ്ബിലേക്ക് പോയ നബിയെ, ഞങ്ങളെ മുന്ന് റബ്ബിനെ കണ്ട നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ അടുത്തെത്തിയാൽ ഞങ്ങളെ കാര്യം കൂടി പറയണം നബിയെ, ഞങ്ങളെ കാര്യം കൂടി ഓർക്കണം നബിയെ, അവിടെ ഞങ്ങളെ മറന്നുപോകരുത് നബിയെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ റെക്കമെൻഡ് നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. സദസ്സിൽ നിങ്ങൾക്കൊരു ബുർദയുടെ സീഡി കിട്ടി. സൗത്ത് ആഫ്രിക്കക്കാരനായ ഫുർഖാൻ റസാ ഖാദിരി, അതുപോലെ സലീം ജൗഹരി, ഷുക്കൂർ ഇർഫാനി അടക്കമുള്ള ആളുകൾ നടത്തിയ നമ്മുടെ സ്ഥാപനത്തിലെ വേറിട്ട ഒരു ഹൃദയകാരിയായ ബുർദയുടെ മജ്ലിസ്, അതിന്റെ സീഡിയാണ്. നിങ്ങളത് ഒരു 60 രൂപയിൽ കുറയാത്ത സ്വതക്ക കൊടുത്തു വാങ്ങണം. സ്ഥാപനത്തിന്റെയും ആ പരിപാടിയുടെയും ഒക്കെ ചെലവിലേക്കുള്ളതാണ്. അള്ളാഹു നമ്മുടെ സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാവണം. സഹോദരന്മാരെ, ആദ്യമായി അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി കിടക്കുമ്പോ ഹബീബിനെ വിളിച്ച നേതാവ് ഇസ്ലാമിൽ ഒന്നാമത്തെ മെമ്പറായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആദ്യമായി മരിച്ചവരെ വിളിച്ചാൽ അത് ശിർക്കാവുമെന്ന് പറഞ്ഞ വ്യക്തി റഷീദ് റിളയെ പോലെയുള്ള ഇബ്നു തൈമിയയെ പോലെയുള്ള വ്യക്തികളാണ്. ഇനി വിളിക്കാൻ പറഞ്ഞ നേതാവാണ് അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കാൻ ആവശ്യപ്പെട്ട നേതാവായി ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തോടടുത്ത ലോകത്ത് കിടക്കുമ്പോ തന്റെ സഹപ്രവർത്തകന്മാരോട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യണം. ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ റൗളയിൽ മറവ് ചെയ്യണം. റൗളയിലേക്ക് എന്നെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതമില്ലാതെ കൊണ്ടുപോകരുത്. എന്റെ ശരീരം നിങ്ങൾ റൗളന്റെ കവാടത്തിൽ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് വഫാത്തായ നബിയെ നിങ്ങൾ വിളിക്കണം. എന്റെ ശരീരം അകത്ത് കയറ്റുന്നത് അവിടത്തേക്ക് പൊരുത്തമുണ്ടോ എന്ന് ചോദിക്കണം. ആരോട്? വഫാത്തായ ഹബീബിനോട്. അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതമുണ്ടെങ്കിൽ പൂട്ടപ്പെട്ട് കിടക്കുന്ന റൗളന്റെ കവാടം സ്വമേധയാ തുറക്കപ്പെടുന്നതാണ്. അങ്ങനെ തുറക്കപ്പെട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് വിളി കേൾക്കൂല. നിങ്ങൾ മനസ്സിലാക്കണം, നല്ല പറഞ്ഞത്. വിളിച്ചത് ഹബീബിനെ പൊരുത്തായില്ല എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്നെ റൗളയിൽ കിടത്തുന്നത് ഹബീബിന് പൊരുത്തല്ല എന്ന് മനസ്സിലാക്കി എന്റെ ജനാസ നിങ്ങൾ ജന്നത്തുൽ ബഖീൽ മറവ് ചെയ്യണമെന്ന് സിദ്ദീഖ് തങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നു. അവിടെ നിന്നതാ ലോകത്തോട് വിട പറയുകയാണ്. അങ്ങനെ വിട പറയുമ്പോൾ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗളന്റെ കവാടത്തിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ആ റൗളന്റെ കവാടത്തിൽ വെച്ചിട്ട് മഹാന്മാരായ സ്വഹാബത്ത് വിളിക്കുകയാണ്, യാ അബൂബക്കറും ഫിൽ ബാബ്.
പ്രവാചകരെ, അങ്ങയുടെ സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഈ കവാടത്തിലേക്ക് വന്നിരിക്കുന്നത് നബിയേ. അതുകൊണ്ട് സിദ്ദീഖ് തങ്ങളെ ഞങ്ങൾ അകത്ത് കയറ്റേണ്ട നബിയേ എന്ന് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ സ്വഹാബത്ത് വിളിച്ചു ചോദിക്കുകയാണ്. വഫാത്തായ നബിയോട് ഹെൽപ്പ് തേടുകയാണ്. വഫാത്തായി കിടക്കുന്ന ഹബീബിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നു. പൂട്ടപ്പെട്ട് കിടക്കുന്ന റൗളന്റെ കവാടം സ്വമേധയാ തുറക്കപ്പെടുന്നു. ഓരാ മുസ്ലിങ്ങള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗളയിൽ നിന്നൊരു അശരീരി വരികയാണ്. എന്താണ് അശരീരി എന്നോ? അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ സന്തത സഹചാരിയായ സിദ്ദീഖ് തങ്ങളെ എന്റെ ചാരത്തേക്ക് ചേർത്തി വെക്കൂ സ്വഹാബ. ഞാൻ എന്റെ ഹബീബിനെ കാണാൻ കൊതിക്കുകയാണ്. ഞാൻ എന്റെ ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്റെ ആരാധന അല്ലാഹുവിനുള്ളതാണ്. അല്ല, അല്ലാഹുവിന് മാത്രമാണ് എന്റെ ആരാധന. വ ഇയ്യാക നസ്തഈൻ. ആ ആരാധനയുടെ മർമ്മപ്രധാനമാകുന്ന പ്രാർത്ഥന അദ്ദുആഉ ഹുവൽ ഇബാദ. ആരാധനയുടെ മർമ്മമാകുന്ന പ്രാർത്ഥന അത് നിന്നോട് തന്നെയാണ് അല്ലാഹ്, നിന്നോട് മാത്രമാകുന്നു അല്ലാഹ്. പക്ഷേ എന്താണ് ആരാധന എന്നറിയാൻ, എങ്ങനെയാണ് ആരാധന എന്നറിയാൻ, എന്താണ് പ്രാർത്ഥന എന്നറിയാൻ, ഒരു വിളി എപ്പോഴാണ് പ്രാർത്ഥനയാവുക എന്നറിയാൻ എന്റെ മുന്നിൽ ഒരു മാർഗമേ ഉള്ളൂ. അത് സിറാത്തുൽ മുസ്തഖീമിൽ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതാണ്. സിറാത്തുൽ മുസ്തഖീമിൽ എങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്നതാണ്. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? ഉലൈകല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. അത് നബിമാരുടെ വഴിയാണ്. വസ്സിദ്ദീഖീൻ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവരുടെ വഴിയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ശുഹദാക്കളുടെ വഴിയാണ് കേട്ടോ. മദീനയടക്കമുള്ള പള്ളികളിൽ, അതുപോലെ മക്കയടക്കമുള്ള പള്ളികളിൽ തറാവീഹ് എന്ന് പറയുന്ന പരിശുദ്ധമായ നിസ്കാരം 20 റക്അത്ത് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിലെ തറാവീഹാകുന്ന ആരാധനയ്ക്ക് കേന്ദ്രീകൃതമായ ഒരു സ്വഭാവത്തെ, കൃത്യമായ ഒരു ശൈലിയെ പഠിപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഴിയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവിടുത്തെ ശുഹദാക്കളുടെ നേതാക്കളാണ്. അതേ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ പള്ളികളിൽ 2ാം ബാങ്ക് നിർബന്ധമാക്കി, ആ 2ാം ബാങ്ക് സുന്നത്തായി നിർവഹിച്ച് 2 ബാങ്ക് വെള്ളിയാഴ്ച പഠിപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞ് ഇസ്ലാമിലെ വിശുദ്ധമായ ജുമുഅക്ക് എന്തൊക്കെ വേണോ അത് മുഴുവനും പൂർണ്ണമാക്കി ലോകത്തോട് വിട പറഞ്ഞ ശുഹദാക്കളുടെ നേതാവായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരുടെ വഴിയാണ്. സ്വാലിഹീങ്ങളുടെ വഴിയാണ്. ആരാണ് മുസ്ലിങ്ങളെ സ്വാലിഹീങ്ങളോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ നാക്കുകൊണ്ട് സ്വലാഹിന്റെ സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട ജനതയുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി ثم الذين يلونه ثم الذين يلونهم قال رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരാണ് ഖൈറായവർ?
ആരാണ് സമുന്നതമായ ഇസ്ലാമിക സംസ്കാരത്തിന്റെ, ഇസ്ലാമിക കർമ്മങ്ങളുടെ, ഇസ്ലാമിക ആചാരങ്ങളുടെ ഉൾത്തുടിപ്പുകളുടെ ആൾരൂപങ്ങളായി ലോകത്ത് ഉയർത്തിക്കാട്ടപ്പെട്ട ജനത ഏതാണ്? അത് ഹിജ്റ 1-ാം നൂറ്റാണ്ടുകാരാണ്. ആരാണ് ഹിജ്റ 1-ാം നൂറ്റാണ്ടുകാർ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വം സ്വീകരിച്ചവരാണ്. അവിടുത്തെ പാഠശാലയിൽ നിന്ന് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പ്രായോഗിക രീതികളെ പകർത്തുകയും കണ്ടെത്തുകയും ചെയ്ത മഹത്തുക്കളുടെ സ്വഹാബികളുടെ നേതൃത്വം സ്വീകരിച്ചവരാ. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പിന്നെ ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ ജനതയാണ്. ആരാണ് ഹിജ്റ 2-ാം നൂറ്റാണ്ടിലെ ജനത? അവർ സ്വഹാബത്തിനെ കണ്ടവരാണ്, സ്വഹാബത്തിന്റെ നേതൃത്വം സ്വീകരിച്ചവരാണ്. അല്ലെങ്കിൽ സ്വഹാബികളിൽ നിന്നും മതം പകർത്തിയ മദ്ഹബിന്റെ ഇമാമുമാരുടെ നേതൃത്വം സ്വീകരിച്ചവരാണ്. തീർന്നില്ല സുഹൃത്തുക്കളെ, പിന്നെ ഹിജ്റ 3-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളാ. അഥവാ സ്വഹാബത്തിന് മതനേതൃത്വമായി സ്വീകരിച്ചവർ. ആ സ്വഹാബികളിൽ നിന്ന് ഇസ്ലാമിന്റെ കർമ്മകാണ്ഡങ്ങളെ മദ്ഹബുകളായി കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ മുന്നിൽ കൈമാറാൻ ത്യാഗമനുഭവിച്ച മഹത്തുക്കളായ മദ്ഹബിന്റെ 4 ഇമാമുമാരുടെ നേതൃത്വം സ്വീകരിച്ചവർ. അവരാണ് ഹിജ്റ 3 നൂറ്റാണ്ടുകാർ. മദ്ഹബിന്റെ 4 ഇമാമുമാരും മതപരമായ നേതൃപദവി അലങ്കരിച്ച കാലം ഹിജ്റ 3 നൂറ്റാണ്ടാണ്. സ്വഹാബികളുടെ മതപരമായ നേതൃത്വം കൊണ്ട് വിശ്വാസി സഞ്ചയങ്ങൾ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത കാലം ഹിജ്റയുടെ ആദ്യ കാലഘട്ടങ്ങളാണ്. അവരുടെ നേതൃത്വം സ്വീകരിച്ച വിശ്വാസികൾ മതപരമായി വിശ്വാസപരമായി അവർ സമ്പൂർണരാണ്. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ ഇമാമുമാർ, മദ്ഹബിന്റെ 4 ഇമാമുമാർ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ ശേഷം അവർ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രങ്ങളെ മഹത്തുക്കളായ സ്വഹാബികളിൽ നിന്ന് പഠിച്ചു പകർത്തി ലോകത്തിന്റെ മുന്നിൽ കൈമാറിയ ശേഷം ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം ലോകത്ത് വന്ന ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ 4-ൽ ഒരു മദ്ഹബിനെ വിട്ട് 5-ാമത്തെ ഒരു വഴി തേടി പോയിട്ടില്ല. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷം വന്ന മഹാനാണ്. വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് പ്രമാണമായ ഗ്രന്ഥം അത് സ്വഹീഹ് ബുഖാരിയാണ്. ആ സ്വഹീഹ് ബുഖാരി ലോകത്തിന്റെ മുന്നിലേക്ക് ഗ്രന്ഥമാക്കി തന്ന മഹാനായ സയ്യിദുനാ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഇസ്ലാമിന്റെ കർമ്മങ്ങളെയും ഇസ്ലാമിന്റെ ഫിഖ്ഹും ഇസ്ലാമിന്റെ കർമ്മങ്ങളും കണ്ടറിയാൻ സഹോദരന്മാരെ 5-ാമത്തെ ഒരു മദ്ഹബ് തേടിയില്ല. ഖുർആനും സുന്നത്തും എടുത്ത് ഡയറക്റ്റായി ഗവേഷണം നടത്തിയില്ല. പിന്നെന്താണ് അവർ ചെയ്തത്? 4-ൽ ഒരു മദ്ഹബിനെ പിന്തുടർന്നു. പിന്നീട് ലോകത്തിന് ബൃഹത്തായ ഹദീസിന്റെ ഗ്രന്ഥം കൈമാറിയ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് മഹാനവറുകൾ ലോകത്തേക്ക് ഗഹനമായൊരു ഹദീസിന്റെ ഗ്രന്ഥം നൽകിയിട്ടും ഡയറക്റ്റായി ഖുർആൻ എന്ന ഗവേഷണം നടത്താൻ പോയില്ല. സ്വതന്ത്രമായൊരു മുജ്തഹിദാണെന്ന് അവകാശപ്പെട്ടില്ല. ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം വന്ന മുസ്ലിങ്ങളിൽ 20കളിൽ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട വഹാബികളെ മാറ്റിവെച്ചാൽ ലോകത്തൊരു മുസ്ലിമും 4-ാലൊരു മദ്ഹബ് വിട്ടുകൊണ്ട് പുതിയ വഴികൾ തേടി സമുദായത്തെ ഭിന്നിപ്പിച്ചിട്ടില്ല. ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറത്തുൽ പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കുന്നു, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു റിളാക വഅഹ്തമി ബിഹിമാക. ഹബീബേ, ഞാൻ അങ്ങയുടെ ചാരത്ത് വന്നത്. വഹാബികൾ പറയല് ഖബറിൽ പോണത് മരണത്തോർക്കാനാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നത് ഞാൻ അങ്ങയുടെ ചാരത്ത് വന്നത്
അങ്ങയുടെ പൊരുത്തം തേടി വന്നതാണ്. അങ്ങയുടെ കാവൽ തേടി വന്നതാണ് നബിയേ. അല്ലാഹു ഹബീബിന്റെ കാവൽ നമുക്ക് നൽകട്ടെ, നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു നൽകട്ടെ. ആ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറത്തുങ്കലിൽ നിന്ന് അവിടത്തെ കാവൽ തേടുകയാണ്. കേരളത്തിൽ ജീവിച്ചു മരിച്ചുപോയ വെളിയങ്കോട്ടുകാരനായ ഒരു ഉമർ മൗലവി, അയാൾ എഴുതി വെച്ചു അയാളുടെ പ്രസിദ്ധീകരണത്തിൽ. എന്താണ് അയാൾ എഴുതിയത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം തേടി മദീനത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തെ പ്രദക്ഷിണം ചെയ്യാൻ അയ്യപ്പ ഭക്തനായ സ്വാമി പോകുന്നതിനേക്കാളും കടുത്ത ശിർക്കാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറത്തിൽ നിന്ന് പൊരുത്തം തേടി പോകുന്നവൻ ചെയ്യുന്നത് എന്ന് ലോകത്ത് പച്ചമലയാളത്തിൽ എഴുതി വെച്ച ധിക്കാരിയാണ് വെളിയങ്കോട്ടുകാരനായ ഉമർ. സുഹൃത്തുക്കളെ, ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നതോ ആ മഹാന്മാരിൽപ്പെട്ട മറ്റൊരു നേതാവ് സയ്യിദുനാ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അവിടെന്നതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറത്തിന്റെ ചാരത്തിരിക്കുമ്പോ ഭരണാധികാരി അതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറ സന്ദർശനത്തുകയാണ്. തൊട്ടടുത്തുള്ള ഇമാം മാലിക് തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ അല്ലാഹുവിനോട് ദ്വാരക്കാൻ പോവുകയാണ്, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥനക്കൊരുങ്ങുകയാണ്. അസ്തഖ്ബിലൂ അം ഇലാ ഖബരിൻ നബിയ്യേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിങ്കിലേക്കാണോ ഞാൻ തിരിയേണ്ടത്, അതല്ല ഞാൻ ഖിബലയിലേക്കാണോ തിരിയേണ്ടതെന്ന് ഹബീബിന്റെ വിശുദ്ധമായ ജാറത്തിന്റെ ചാരത്ത് വെച്ച് മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രഗൽഭരായ ഇമാം മാലിക് റഹിമഹുല്ലാഹയോട് ആ ഭരണാധികാരി ചോദിക്കുമ്പോ മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്തിനാണ് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജാറത്തിൽ നിന്ന് മുഖം തിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ റൗദയിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നത്? ആരാ മുഹമ്മദുർ റസൂലുള്ളാഹി? ആരാണ് അല്ലാഹുവിന്റെ ഹബീബ്? വസീലത്തുക വസീലത്തു അബീക ആദം അലൈഹിസ്സലാം. അതെ, അത് അങ്ങയുടെ മധ്യവർത്തിയാണ്. ആ നേതാവ് അങ്ങയുടെ വസീലയാണ്. ആ നേതാവ് അല്ലാഹുവിലേക്കുള്ള നിങ്ങളെ ഇടയാളനാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ പിതാവാകുന്ന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിന്റെയും വസീലയാ. പിന്നെന്തിനാ നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കലിൽ നിന്ന് മുഖം തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇനിയോ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒന്നുകൂടി മഹബ്ബത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട്, ആദരവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുത്തെ പാർഥിക മോക്ഷത്തിന്റെ പ്രധാന ഘടകങ്ങളായി ലോകത്തിന്റെ മുന്നിൽ എടുത്തു പറയുന്നത് അലുന്നബീദരീഅതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം മുഅ്താറദ ബിയദിൽ യമീനി സഹീഫതി. മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിങ്കലേക്ക് അവിടെ നടാ പ്രതീക്ഷയർപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്താണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബക്കാരാണ്. ആ കുടുംബത്തെ സ്നേഹിച്ചതാണ്, ആ കുടുംബത്തെ ആദരിച്ചതാണ്. എനിക്ക് പാരത്രിക ലോകത്ത് സാഹസത്തോടെ പാപികളെ കയ്യിലേക്ക് ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെടുമ്പോ എന്റെ വലതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെടാൻ ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത്, ഞാൻ അവലംബിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അഹ്ലു ബൈത്തിനെയാണ്. അതേ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി
ലോകത്ത് പഠിപ്പിക്കുകയാണ്. എനിക്ക് മാനസികമായ പ്രയാസം വരുമ്പോ, എനിക്ക് മാനസികമായ ടെൻഷൻ വരുമ്പോ, കുന്തു അജീഉ ഇലാ ഖബരി അബി ഹനീഫ, എന്റെ ഗുരുവര്യരായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജാറത്തിങ്കലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ട്. ആ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജാറത്തിങ്കലിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അതോടുകൂടെ എന്റെ മനസ്സിന് ശാന്തത വരുന്നു, എന്റെ മനസ്സിന്റെ ടെൻഷൻ മാറുന്നു. أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിന്റെ സച്ചരിതമായ പാത, ആ പാതയിൽ നിന്ന് ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ കണ്ടെത്തി, ഇസ്ലാമിന്റെ കർമ്മങ്ങളെ കണ്ടെത്തി, അത് മുഖേന ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിലേക്ക് 1920കളിൽ വിദഈ ആശയങ്ങളുമായി പലവിധ കക്ഷികൾ കടന്നു വരുന്നു. ഒന്നാമതായി കടന്നു വന്നത് വിദഈ വഹാബികളാണ്. അവർ അതുവരെയുള്ള മുസ്ലിം സമുദായത്തെ മഹാന്മാരെ സ്വീകരിച്ചതിന്റെ പേരില്, ഔലിയാക്കളെ ആദരിച്ചതിന്റെ പേരില്, അതുപോലെ മഹത്തുക്കളുടെ മതപരമായ മാർഗങ്ങളും മതമായി അവലംബിച്ചതിന്റെ പേരില് ആ സമുദായത്തെ മുഴുവനും അവർ കൊഞ്ഞനം കുത്തി, ആ സമുദായത്തെ മുഴുവനും ഇസ്ലാമിന്റെ വൃത്താന്തങ്ങളിൽ നിന്നവർ പുറന്തള്ളി. എന്നാൽ അതേ വിദഈ ആശയക്കാർ 1940കളിൽ മറ്റൊരു രൂപമായി മാറി. അതാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് വന്നുകൊണ്ട് പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് ആദ്യം വേണ്ടത് ഷഹാദത്ത് കലിമയല്ല. ഇവിടെ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ആദ്യം വേണ്ടത് ഷഹാദത്ത് കലിമയല്ല, മറിച്ച് ആദ്യം വേണ്ടത് ഇസ്ലാമിക ഭരണമാണ്. മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയും ഭരിക്കുന്ന രാജ്യത്ത് എത്ര ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടും കാര്യമില്ല, മുസ്ലിം ആകണമെങ്കിൽ ആദ്യം ഷഹാദത്ത് കലിമന്റെ മുമ്പ് ആദ്യം വേണ്ടത് ഇസ്ലാമിക ഭരണമാണ്. അതുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാം. അതിന് പകരം ഇലക്ഷനെ നേരിട്ടാൽ മുസ്ലിം സമുദായം ഒക്കെ ഒന്നായി ഒരു പെട്ടിയിൽ വോട്ട് ചെയ്താലും സുഹൃത്തുക്കളെ, മുസ്ലിം സമുദായത്തിന് ഇവിടെ അധികാരം നേടാൻ കഴിയൂല, ഭൂരിപക്ഷ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് മൗദൂദി പറഞ്ഞു, വോട്ട് ചെയ്യാനേ പോണ്ട, രാഷ്ട്രീയത്തിൽ ഇടപെടാനേ പോണ്ട, ഇലക്ഷൻ വന്നാൽ പൊരയിന്ന് പുറത്തിറങ്ങേ വേണ്ട, തൗഹീദ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. പിന്നെന്തു ചെയ്യണം? നിങ്ങൾ എന്തു ചെയ്യണം? പിന്നീട് ഈ രാജ്യത്ത് അട്ടിമറിയും കലഹങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കണം. അതിന് നമുക്ക് പരിശീലനം വേണം. അതിനുള്ള പരിശീലനമാണത്രേ നമ്മുടെ നിസ്കാരം. നമ്മൾ നിസ്കരിക്കുന്നത് ഇന്ത്യ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പരിശീലനമാണ്. നമ്മൾ നോമ്പെടുക്കുന്നത് ഈ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള സായുധ പരിശീലനമാണ്. ഇസ്ലാമിലെ ആരാധന കർമ്മങ്ങളെ രാജ്യത്തിനെതിരെയുള്ള സായുധ സമരത്തിന്റെ സൈനിക പരിശീലനങ്ങളായി വിലയിരുത്തി ഈ രാജ്യത്ത് രംഗപ്രവേശനം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് പറഞ്ഞു, ഇവിടെ ആദ്യം വേണ്ടത് ഇസ്ലാമിക ഭരണമാണ്, പിന്നെ ഇസ്ലാമിലെ ഷഹാദത്ത് കലിമ നടക്കുള്ളൂ. എന്നാൽ അത് സിറാത്തുൽ മുസ്തഖീമിൽപ്പെട്ട കാര്യമല്ല. ഇന്ത്യയിൽ ഒരുപാട് മുസ്ലിങ്ങൾ ജീവിച്ചുപോയി. ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാജഭരണം അത് മുസ്ലിങ്ങൾ ഭരിച്ച മുഗൾ രാജവംശമാണ്. നൂറ്റാണ്ടുകളോളം ഇന്ത്യ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ നിലനിന്നു. ആ ഭരണാധികാരികളൊന്നും ഇന്ത്യ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ ശ്രമിച്ചില്ല. ശ്രമിച്ചിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു. എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ആകണമെങ്കിൽ ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം വേണമെന്ന് മതത്തിൽ അവരാരും മനസ്സിലാക്കിയില്ല. മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ കേരളത്തിന്റെ കടൽ തീരത്ത് പോർച്ചുഗീസുകാര് നങ്കൂരമിടുമ്പോ പോർച്ചുഗീസുകാരന്റെ പറങ്കിപ്പടയാളികളുടെ പായക്കപ്പലിലേക്ക് കയ്യിലുള്ള ആയുധവുമായി മണവാളനായി എടുത്തു ചാടിയ മഹാനായ കുഞ്ഞാലിമരക്കാർ
ആ കുഞ്ഞാലിമരക്കാർ ഷഹീദ് പോർച്ചുഗീസുകാരോട് പോരാടാൻ പോകുമ്പോ അദ്ദേഹം പോരാടുന്നത് അന്നിവിടം ഭരിച്ചിരുന്ന സാമൂതിരി രാജാവിന്റെ ഭരണം സംരക്ഷിക്കാൻ കൂടിയാണ്. സാമൂതിരി രാജാവ് എന്ന് പറയുന്ന അമുസ്ലിം ഭരണാധികാരിയുടെ ഭരണം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം നടത്തി ഷഹീദായ കുഞ്ഞാലിമരക്കാരെന്ന് പറയുന്ന ധീരവിപ്ലവകാരിയെ മുസ്ലിം ലോകം അഭിസംബോധന ചെയ്യുന്നത് ഷഹീദ് എന്ന നാമത്തിലാണ്, ധർമ്മയത്തിന്റെ അകമ്പടിയോടുകൂടെയാണ്. ആ കുഞ്ഞാലിമരക്കാർ ഷഹീദിന്റെ ആത്മീയ വിചാരധാരക്ക് പ്രചോദനം നൽകിയത് സയ്യിദുനാ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. ഈ ഒരു ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ കൊത്തിമുറിച്ച് 1940കളിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്ത് വന്നു. പിന്നെ ഒടിയനും തൊലിയനും മുറിയനുമായിട്ട് പല ജാതി സാധനങ്ങൾ ഇവിടെ ഓരോന്നിനും പ്രവേശനം ചെയ്തു. ഈ ഒരു ആദർശപരമായ പ്രതിസന്ധിയെ ആദർശപരമായി പ്രതിരോധിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ ആത്മാഭിമാനവും ആദർശ പുരോഗതിയും സംരക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, മഹാനായ പാങ്കിലോരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. സഹോദരന്മാരെ, അവരൊക്കെ ആത്മീയതയുടെ കർമ്മഭൂമികളിൽ ആയുസ് ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തിനാണ് അവർ സംഘടനാ രംഗത്ത് വന്നത്? എന്തിനാണ് അവർ പൊതുരംഗത്ത് വന്നത്? ഒരിക്കലും അത് ആരോടും വാശി തീർക്കാനല്ല, വെറുതെ തെരുവുകളിൽ കലഹിക്കുവാനല്ല, മുസ്ലിം സമുദായത്തിൽ ഒച്ചപ്പാടുകൾ സൃഷ്ടിച്ചെടുക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീന് ദീനായി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ടോ? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി. ഈ സമുദായം നൂറോളം ആദർശ ചിന്ത കൊണ്ട് ഫസാദിനകപ്പെടുന്നു എന്ന് കാണുമ്പോ, ആ ആദർശത്തിന്റെ അരാജകത്വങ്ങൾ ഈ സമുദായത്തെ വീർപ്പുമുട്ടിക്കുമ്പോ, ആ അരാജകത്വങ്ങളിൽ നിന്ന് ആദർശത്തിന്റെ നേർവഴിയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകാൻ പണിയെടുക്കലും അതിനു വേണ്ടി പടനയിക്കലോ 1000 രക്തസാക്ഷിത്തെക്കാളും പുണ്യമുള്ള കാര്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലയോ? ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ആ ഒരു ആദർശത്തിന് വേണ്ടിയാണ്, അതിന്റെ പ്രബോധനത്തിന് വേണ്ടിയാണ്, അതിനെതിരെയുള്ള കക്ഷികളെ ആദർശപരമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപകൽപ്പന ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് അത് പ്രവർത്തന രംഗത്ത് വരുന്നത്. അങ്ങനെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരു പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ ആ പണ്ഡിതന്മാരുടെ ആദർശങ്ങളും ആശയങ്ങളും പൊതുസമൂഹത്തിലേക്ക് വിളംബരം ചെയ്യാനും വിശദീകരിക്കുവാനും പ്രബോധനം ചെയ്യാനുമാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം ഈ രാജ്യത്ത് രൂപീകരിക്കപ്പെടുന്നു. ആ സമസ്തയുടെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ കർമ്മഭൂമി ചരിത്രപരമായി നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതിനെ നമ്മൾ വിശകലനം ചെയ്താൽ, ആ പ്രസ്ഥാനത്തിന്റെ പ്രബോധന വഴികൾ തീർത്തും ഇസ്ലാമിക ആദർശത്തിന്റെയും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സാമൂഹിക നന്മകളുടെയും അജണ്ടയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിന്റെ തുടക്കം മുതൽ ഇന്നും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രാഥമികമായ സമ്മേളനങ്ങൾ, സുന്നി യുവജന സംഘത്തിന്റെ പ്രാഥമിക വാർഷിക സമ്മേളനങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ആ സമ്മേളനങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ സമ്മേളനങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. എന്തായിരുന്നു അന്ന് SYS അതിന്റെ സമ്മേളനങ്ങളിൽ ഉയർത്തിപ്പിടിച്ച അജണ്ട എന്ന് ചോദിച്ചാൽ, ആദർശവൈരികൾ അനുദിനം വളരുകയും ഇടപെടുകയും സമൂഹത്തെ ക്യാൻസർ പോലെ ഗ്രസിക്കുകയും ചെയ്യുന്ന ഒരു സാമുദായിക അന്തരീക്ഷത്തിൽ ആദർശത്തിന്റെ പടവാളേണ്ടി രാജ്യത്തിന്റെ നിയമം മാനിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന അജണ്ടയിലൂന്നിയിട്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ആദ്യകാല വാർഷിക സമ്മേളനങ്ങൾ അതിന്റെ നയവും അതിന്റെ ലക്ഷ്യവുമായി സ്വീകരിച്ചു. ആ അജണ്ട ഈ രാജ്യത്ത് SYS നിലനിർത്തിപ്പോ നിരന്തരമായി ആദർശ പോരാട്ടങ്ങൾ ഉണ്ടായി. അതിന്റെ പേരിൽ ഖണ്ഡന മണ്ഡനങ്ങൾ നടന്നു, അതിന്റെ പേരിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. ആ വാദപ്രതിവാദങ്ങളുടെ പ്രതിധ്വനികളും ആ വാദപ്രതിവാദങ്ങളുടെ പ്രകമ്പനങ്ങളും ഇന്നും വഹാബി പ്രസ്ഥാനത്തിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു,
വഹാബികൾ ഇപ്പോ എട്ടാലി പറ്റ മാതിരി എത്രയോ ആയി. നമ്മളിപ്പോ എണ്ണലില്ല, ആദ്യമൊക്കെ എണ്ണി. പിന്നെ നമുക്ക് തോന്നി എണ്ണ നമ്മൾ എണ്ണാൻ നിൽക്കണ്ടെന്ന് തീരുമാനിച്ചതാണ്. എന്തിന്റെ പേരിൽ? പ്രാർത്ഥന എന്ന ഒരൊറ്റ പദത്തെ ചൊല്ലി മുസ്ലിം സമുദായത്തെ അവർ പിളർത്തിയത് എന്തിന്റെ പേരിൽ? പ്രാർത്ഥന എന്ന പദത്തെ. വിളിച്ചു പ്രാർത്ഥന എന്നേ പോലും പറയും. ഒലക്കൊക്കെ ചിറ്റിട്ട മാതിരി ഇത് രണ്ടും കൂട്ടാതെ വഹാബികൾ തച്ചു തള്ളിട്ടാലും പറയില്ല. വിളിക്കല് വേറെയും പ്രാർത്ഥന വേറെയാണ്. ഒലക്കിയും പാന്ത ഏച്ചൂട്ടിയ മാതിരി രണ്ടും ഒന്നിച്ചേ വഹാബികൾ പറയുള്ളൂ. മനുഷ്യന്മാരെ ഒസുവാസാക്ക. ആ ഒരു പ്രാർത്ഥനയുടെ, ആ പ്രാർത്ഥനക്ക് അവർ കൊണ്ടുവന്ന വിഡ്ഢിത്തങ്ങളുടെ, അതിന്റെ ദുർവ്യാഖ്യാനങ്ങളുടെ ഉള്ളറ പൊളിച്ചെഴുതാൻ കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം ഉസ്താദ് ചോദിച്ച ഒരേ ഒരു ചോദ്യം, എന്താണ് മൗലവി പ്രാർത്ഥന? ആ ചോദ്യം കേട്ട ഭാവം നടിക്കാതെ അന്ന് കട്ടപ്പാടത്തോട് ഓടിയതാ എ.പി. അബ്ദുൽ ഖാദർ മൗലവി. മരിക്കാൻ നേരത്ത് സക്കരിയ സ്വലാഹി എ.പി. അബ്ദുൽ ഖാദർ മൗലവിയോട് ചോദിച്ചത് എന്താ മൗലവി പ്രാർത്ഥന? പക്ഷെ അന്ന് ഓടാൻ എ.പി. അബ്ദുൽ ഖാദർ മൗലവിക്ക് ആവതില്ലായിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന എന്ന ചോദ്യം, ഈ പ്രാർത്ഥന എന്ന് പറയുന്ന എന്താണ് പ്രാർത്ഥന എന്ന കൊട്ടപ്പുറത്തെ ചോദ്യത്തിന്റെ പ്രകമ്പനങ്ങൾ സ്വന്തം ശിഷ്യഗണങ്ങളിലൂടെ തന്റെ കാതുകളിൽ അരയടിച്ചുകൊണ്ടാണ് എ.പി. അബ്ദുൽ ഖാദർ മൗലവി ലോകത്തോട് വിട പറഞ്ഞത്. സുന്നി യുവജന സംഘത്തിന്റെ ആദർശ പോരാട്ടങ്ങളിൽ ഈ സമുദായത്തിൽ അത് നേടിയെടുത്ത മഹാവിപ്ലവങ്ങളുടെ സാക്ഷീകരണങ്ങളും സാക്ഷാത്കാരങ്ങളും ഇന്ന് കേരളത്തിൽ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർ പ്രവർത്തനങ്ങളും പദ്ധതികളും ഇന്നും സമൂഹത്തെ സ്വാധീനിക്കുകയും സ്വാധീനത്തിൽ സമൂഹത്തിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. നിരന്തരമായ ആ പ്രവർത്തനങ്ങളുടെ ഫലം ഇന്ന് ഇടവണ്ണയൊക്കെ വന്നിട്ട് പഴയ മുജാഹിദ് കാരണന്മാരോട് അല്ല മൗലവി, അല്ല കാരണമല്ല നിങ്ങളെ പ്രാർത്ഥനയും ശിർക്കും ഏതാന്ന് ചോദിച്ചാൽ അയാൾ അതിന് പറയും, പണ്ടൊരു ആചാര്യർ വല്ലാതെ അസുഖത്തിൽ കിടന്നപ്പോ മോലിയാർ ചെന്ന് ദ്വാരുന്നു, ആചാര്യർക്ക് അല്ലാഹു ഈമാൻ വെളിച്ചാക്കി കൊടുക്കട്ടെ. രോഗത്തിന്റെ ഇടങ്ങോറുകൊണ്ട് അയാൾ കുഫിരിയത്താണ് പറഞ്ഞുപോയി. ഈമാനും കോമാനൊന്നും മാണ്ടില്ലേനും മൂലരെ മരിച്ചിട്ടാ മദീനി എന്നതുപോലെ പഴയകാല വഹാബികളോട് ഇടവണ്ണയൊക്കെ ചെന്ന് പണ്ട് കൂട്ടായി അബ്ദുല്ലാജിന്റെ ഒപ്പം കൂടിയിട്ട് ജാറം പൊളിക്കാൻ ആയുസ് ചെലവാക്കിയ കാക്കകാരന്മാരോട് ഇപ്പൊ ചെന്നിട്ട് സുബൈ നിക്കരിച്ച് തൂക്കം പിടിച്ച കോഴിക്കുട്ടികൾ അതിലിങ്ങനെ കുത്തുറുക്കുമായിട്ട് പീഡിയ പോലെ ചെന്ന് ചോദിച്ചോക്കാണി മൗലവി കാരണമല്ല എങ്ങളെ തൗഹീദ് ഏതാ ശിർക്കേതാ? ശിർക്കും തൗഹീദൊന്നും കേൾക്കേണ്ട മൂല്യം എങ്ങനെയാണ് നിക്കരിച്ച് മരിച്ചാൽ മതി. കാരണം ഓരോ ദിവസവും തൗഹീദും ശിർക്കും ഇങ്ങനെ കുലുമാരായി വരികയാണ്. എന്ന് ഇത്രയും കാലം വഹാബികൾ ഓതിയപ്പോ അതിലെ ആരോ മാർക്ക് പോയത് മുസ്ലിം മുഖ്യധാരയുടെ നെഞ്ചത്താണ്. ഇന്നൊരു മൗലവി ഇൻതദൂഹും എന്ന് ഓതിയാൽ അതിലെ ആരോ മാർക്ക് പോണത് മറ്റേ മൗലവിന്റെ നെഞ്ചത്തേക്കാണ്. യഥാർത്ഥത്തിൽ ഇത് പോകേണ്ടത് അബൂജഹലിന്റെ നെഞ്ചത്തേക്കാണ്. അബൂജഹലിന്റെ നെഞ്ചിലേക്ക് പോകേണ്ട ഈ ആരോമാർക്ക് 19 കൊല്ലക്കാലം വിശ്വാസികളുടെ നെഞ്ചിലേക്ക് എഴുതുവിട്ട വഹാബികൾ. സുഹൃത്തുക്കളെ, ഇപ്പോൾ അവർ ചെയ്യുന്നത് പരസ്പരം ശിർക്കാരോപിക്കുകയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ? അതെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഒരു സമൂഹത്തിനെതിരെ ഒരു വ്യക്തിക്കെതിരെ ശിർക്കാരോപണം നടത്തുമ്പോ ആരോപിക്കപ്പെട്ടവരിൽ ശിർക്കില്ലെങ്കിൽ അത് ആരോപകരിലേക്ക് തിരിച്ചടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ശിർക്കില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചകത്തിലേക്ക് ചേർത്തി പിടിച്ച ജീവിതത്തിന്റെ ശ്വാസോച്ഛ്വാസങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈരടികളെ കൊണ്ട് ധന്യമാക്കിയ ലോകത്തെ വിശ്വാസി സഞ്ചയങ്ങളെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മുഅ്ജിസത്ത് കറാമത്ത് അംഗീകരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശിർക്കാരോപിച്ച വിദയികൾ ആ ശിർക്കാരോപണത്തിന്റെ ദുരന്തങ്ങൾ ഇന്ന് സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. SYSന്റെ 35ാം വാർഷിക സമ്മേളനം വരുമ്പോ ആ SYSന്റെ 35ാം വാർഷിക സമ്മേളനം മുന്നോട്ട് വെച്ച ഒരു അജണ്ടയുണ്ടായിരുന്നു. ഈ രാജ്യത്തെ ആദർശത്തിലൂന്നി നിന്നുകൊണ്ടുള്ള സാമൂഹിക വിപ്ലവത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ പ്രവർത്തനങ്ങൾ, മതമൗലിക വിദ്യാഭ്യാസത്തിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യക്ക് നവോത്ഥാനത്തിന്റെ ആത്മീയമായ തുടിപ്പുകൾക്ക് നേതൃത്വം നൽകണമെന്ന്
35ാം വാർഷിക സമ്മേളനത്തിൽ നടത്തിയ ആഹ്വാനം മർക്കസു സഖാഫത്ത് സുന്നിയ എന്ന് പറയുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ ആ മർക്കസിന്റെ കേരത്തോപ്പുകളിൽ നിന്ന് കേരളമാസകലം മലയടിച്ച അതിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഇന്ന് രാജ്യം ഏറ്റെടുത്തു. അടുത്ത കാലങ്ങളിലായി മലബാറിൽ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി കോഴ്സുകളിൽ വിവിധങ്ങളായ ഡിഗ്രികളിൽ SLCകളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ പരീക്ഷകളിൽ മുമ്പിൽ നിൽക്കുന്നു എന്ന പ്രചാരണങ്ങൾ അനുഭവങ്ങൾ ഈ രാജ്യത്ത് വരുമ്പോൾ അതിനോടനുബന്ധമായി കേരളത്തിൽ ഒരുപാട് ചർച്ച ഉണ്ടായി. ചിലർക്ക് അത് പഠിച്ചതാണ് സമ്മതിക്കാൻ തന്നെ തോന്നിയില്ല. ഇങ്ങനെ പലതും കേരളത്തിലുണ്ടായി. ആ സമയത്ത് മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു റിപ്പോർട്ടർ അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകി. എന്തായിരുന്നു അയാൾ നൽകിയത്? മലബാറിലെ മുസ്ലിം കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസ രംഗത്ത് ഈ അടുത്ത കാലങ്ങളിലായി കാണപ്പെടുന്ന പുരോഗതിയുടെ അടിസ്ഥാന കാരണം മലബാറിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ രംഗത്ത് മതപഠനങ്ങളിൽ പണ്ഡിതന്മാർ ഇടപെട്ടിരുന്നതുപോലെ അവരുടെ ഭൗതിക പഠനങ്ങളിലും മുസ്ലിം പണ്ഡിതന്മാരുടെ നേതൃത്വവും ഇടപെടലും ഉണ്ടായതിന്റെ പ്രതിഫലനമാണ് മലബാറിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതി എന്ന് രാജ്യം വിലയിരുത്താൻ ആരംഭിച്ചു. ഈ ഒരു സാമൂഹിക ചരിത്രത്തിന്റെ തിരുത്തിയെഴുത്തിന് കാഹളം മുടക്കിയത് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 35ാം വാർഷിക സമ്മേളനമാണ്. ഇന്ന് കേരളത്തിലാകമാനം വിദ്യാഭ്യാസ പ്രവർത്തനം നടക്കുകയാണ്. മലബാറിൽ നിങ്ങൾ നോക്ക്, മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് ചെറുതും വലുതുമായി പണമുള്ളവനെയും പണമില്ലാത്തവനെയും പണിക്കാരനെയും പണക്കാരനെയും ഒരേ ബെഞ്ചിലിരുത്തി ഒരേ വസ്ത്രം ധരിപ്പിച്ച് ഒരേ രുചിയുള്ള ഭക്ഷണം കൊടുത്ത് വ്യത്യാസങ്ങളില്ലാതെ വളർത്തുകയും സമുദായത്തിന്റെ വികാസങ്ങളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു മഹത്തായ സാമൂഹിക വിപ്ലവത്തിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വം നിങ്ങൾക്ക് കാണാം. ആ നേതൃത്വം എന്ന് പറയുന്നത് പഴമക്കാര് പണ്ട് വഖഫ് ചെയ്ത പള്ളിമിനാരങ്ങളിൽ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന കുയിലിനെ പോലെ അള്ളിപ്പിടിച്ച് അവകാശവാദം പറയാനല്ല, സ്വന്തം വിയർപ്പിന്റെയും അനുഭവത്തിന്റെയും ത്യാഗത്തിന്റെയും അഭിരുചി ഈ സമുദായത്തിന്റെ മുന്നിലേക്ക് കൈമാറി അവരുടെ നിർമ്മാണ പ്രക്രിയകളിൽ നിതാന്ത ജാഗ്രതയോടെ നിരന്തരമായി സുന്നി യുവജന സംഘം ഇടപെട്ടതിന്റെ പ്രതിഫലനങ്ങളാണ് ഈ രാജ്യത്ത് സമസ്തയിലുണ്ടായ ധ്രുവീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ശേഷം സുന്നി യുവജന സംഘം നടത്തിയ ആ ആഹ്വാനത്തിന്റെ ചുവട് പിടിച്ച് ഈ സമുദായത്തിൽ വളർന്നു വന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 40ാം വാർഷികം സമസ്ത കേരള സുന്നി യുവജന സംഘം പ്രഖ്യാപിക്കുമ്പോൾ അന്നത്തെ സമുദായത്തിന്റെ ദുരന്തങ്ങൾ സുന്നി യുവജന സംഘം അറിയുന്നു, അനുഭവിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു. വളർന്നു വരുന്ന തലമുറയിൽ സ്ത്രീധനം എന്ന് പറയുന്ന വൃത്തികെട്ട സാമ്പ്രദായിക സാഹചര്യങ്ങൾ കന്നുകാലികൾക്ക് ചന്തകളിൽ വില പറയുന്നത് പോലെ യുവാവിന് കല്യാണ മാർക്കറ്റുകളിൽ നിശ്ചയവേളകളിൽ വില പറയുന്ന വിലപേശുന്ന ഒരു ദുരാചാരത്തിലേക്ക് ഈ സമുദായത്തിലെ സ്ത്രീധന സമ്പ്രദായങ്ങൾ അകപ്പതിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുഖേന കണ്ണുനീര് കുടിക്കുന്ന, അത് മുഖേന ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഈ രാജ്യത്തെ സഹോദരിമാരുടെ കുടുംബങ്ങളുടെ അകത്തളങ്ങളിലേക്ക് കണ്ണ് തുറന്നു വെച്ചുകൊണ്ടാണ് സുന്നി യുവജന സംഘത്തിന്റെ 40ാം വാർഷികം 40 വരുന്ന പെൺകുട്ടികളുടെ കല്യാണം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വന്നത്. അതൊരു ചുവട്ടുപടിയാണ്, അതൊരു തിരുത്തിയെടുത്ത, അതൊരു മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും കാഹളം മുഴക്കലാണ്. വളർന്നു വരുന്ന യുവാക്കളുടെ മനസ്സുകളിലേക്ക് സ്ത്രീധനരഹിത കല്യാണത്തിന്റെ പ്രോത്സാഹനം നൽകി ആ കല്യാണങ്ങളിൽ വരന്മാരായി കടന്നു വന്ന ചെറുപ്പക്കാർക്ക് മഹറിന് വേണ്ട അന്നത്തെ 10,000 രൂപ സുന്നി യുവജന സംഘം നൽകുന്നു. ആ വിവാഹത്തിൽ വധുവായി അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങുന്ന പെൺകുട്ടിക്ക് ഒരു താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി സുന്നി യുവജന സംഘം 10 പവൻ നൽകി ആ പെൺകുട്ടിക്ക് ആശയവും ആ പെൺകുട്ടിക്ക് കാവലും നൽകും. ഇങ്ങനെ 40ാം വാർഷികത്തിൽ സുന്നി യുവജന സംഘം മുന്നോട്ട് വച്ച ആ കർമ്മം സമുദായത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന, ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക ദുരാചാരങ്ങൾക്കെതിരെ, സാമുദായിക തിന്മകൾക്കെതിരെയുള്ള ശക്തമായ ആഹ്വാനങ്ങളും ബോധവൽക്കരണങ്ങളും തിരിച്ചറിവിന്റെ പടനയിക്കലുമായി അതിന്റെ പ്രതിഫലനം ഇന്ന് സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ ഉലമാക്കളുടെ ഇടപെടലുകൾ സ്ത്രീധനം
എന്ന് പറയുന്നത് വിലപേശുവാനും പരസ്യമായി സ്ത്രീധനം ചോദിക്കുവാനും മടിച്ചു നിൽക്കുന്ന യുവസമൂഹം ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷികം നടക്കുകയാണ്. ആ 60ാം വാർഷികം ഈ സമൂഹത്തിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതാരോടും വാശി തീർക്കാനുള്ളതായിരുന്നില്ല, അതാരോടും പക വീട്ടാനുള്ളതായിരുന്നില്ല. രാജ്യത്ത് സമാധാനത്തോടെയും ഐക്യത്തോടെയും കടന്നുപോകുന്ന മുസ്ലിം മഹല്ലത്തുകളിൽ ശിഥിലീകരണത്തിന്റെ വിത്ത് വിതക്കാനോ ആരെയും പണിയടച്ച് പിണ്ഡം വെക്കാനോ അനാവശ്യമായ വാദകോലാഹലങ്ങളിലേക്ക് സമുദായത്തിന്റെ മാറിടത്തെ കശക്കിയെറിയാനോ ആയിരുന്നില്ല സമസ്ത കേരള സുന്നി യുവജന സംഘം അതിന്റെ 60ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചു. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അറിയുന്നവർക്ക് അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ കേട്ടുകേൾവിയില്ല. പിന്നെ 54-ൽ തുടങ്ങി 60 തികയാതെ ഇടയ്ക്കെവിടെയോ കന്നിമറിഞ്ഞ് പിന്നെ എവിടെയോ പൊട്ടിമുളച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് ഈ പ്രസ്ഥാനത്തിന്റെ രക്തത്തോടും ഈ പ്രസ്ഥാനത്തിന്റെ വിയർപ്പിനോടും ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ സൗഗന്ധ്യങ്ങളോടും കൂറുപെടുത്താതിരിക്കുന്നത് ജന്മസിദ്ധമായ സ്വാഭാവിക പരിണാമങ്ങളായി മാത്രം അത് ചരിത്ര വിദ്യാർത്ഥികൾ വിലയിരുത്തേണ്ടതാണ്. സുഹൃത്തുക്കളെ, 60ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചു. ആ സമ്മേളനം ഒന്നുകൂടി സമൂഹത്തിലേക്ക് ഈ പ്രസ്ഥാനം ഇറങ്ങി വന്നു. വിശുദ്ധ ഇസ്ലാം അത് ലോകത്തെ സമഗ്രമായ ജീവിത പദ്ധതിയാണ്. ആ സമഗ്രമായ ജീവിത പദ്ധതിയിൽ സമൂലമായ പരിഹാര മാർഗങ്ങൾ മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണും കാതും തുറന്നു വെച്ച് രാജ്യത്ത് വിവിധങ്ങളായ തട്ടുകളിൽ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വിവിധങ്ങളായ പാർശ്വവൽക്കരണത്തിന് വിധേയമാക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗത്തിനിടയിലേക്ക് ഇസ്ലാമിക ദൈവത്തിന്റെ മാധുര്യമൂറുന്ന മഹൽ വചനങ്ങളുമായി സമസ്ത കേരള സുന്നി യുവജന സംഘം കടന്നു ചെന്നു. അങ്ങനെയാണ് സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധമായി നമ്മൾ ഒരുപാട് കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വിദേശ സ്റ്റേറ്റുകളിൽ നിന്ന് ഈ രാജ്യത്ത് പണിയെടുക്കാൻ കടന്നു വരുന്ന അറിവിന്റെ ആദ്യാക്ഷരം പോലും കൈകളെ കൊണ്ട് എഴുതുവാനോ നാവ് കൊണ്ട് മൊഴിയുവാനോ അവസരം ലഭിച്ചിട്ടില്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികളെ ആദ്യമായി കേരളത്തിൽ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം വിളിച്ചുകൂട്ടി ഇസ്ലാമിന്റെ സാമൂഹികതയുടെ നന്മയിറ്റ പാഠങ്ങൾ അവർക്ക് പകർന്നു കൊടുത്തു. ഇതുപോലെ വിവിധങ്ങളായ തൊഴിലാളികളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, സാമൂഹിക മേഖലകളിലേക്ക് സമസ്ത കേരള സുന്നി യുവജന സംഘം ഇറങ്ങിച്ചെന്നു. വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഈ ജനസമൂഹത്തെ വിളിച്ചുകൂട്ടി അവരുടെ കഴിവിന്റെയും സാഹചര്യങ്ങളുടെയും അവസ്ഥ മനസ്സിലാക്കി ആവശ്യമായ ദൈവത്തിന്റെ സന്ദേശങ്ങൾ കൈമാറിക്കൊടുത്തു. ഇതോടൊപ്പം ഒരു ജനസമൂഹത്തിന് ദൈവത്തിന്റെ വഴികളിൽ മർമ്മപ്രധാനമാണ് അവരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കൊടുക്കുക എന്നത്. അതേവേണ്ടി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആയിരക്കണക്കായ ജീവകാരുണ്യ പദ്ധതികൾ നമുക്കറിയാം. സാന്ത്വനം ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് ആയിരക്കണക്കായ ഈ സമൂഹത്തിലെ യുവത്വത്തെ ലക്ഷ്യബോധമില്ലാതെ വളർന്നു വരുന്ന തലമുറയെ അനഘൂണുപോലെ മുളച്ചു പൊന്തുന്ന ക്ലബ്ബുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ശണ്ഡീകരണ പ്രക്രിയകളിലേക്ക് പോയപ്പോ കുടുംബത്തെ കുറിച്ച്, സഹജീവികളെ കുറിച്ച്, സമൂഹത്തെ കുറിച്ച്, രാഷ്ട്രത്തെ കുറിച്ച് ബാധ്യതയില്ലാത്തവരായി അവർ തരം താഴ്ന്നു പോകുമ്പോ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രബോധക സംഘങ്ങള് ഈ രാജ്യത്തെ ഗ്രാമവീതികളിലേക്ക് കടന്നു ചെന്ന സഹജീവികളായ ജനസമൂഹത്തിന്റെ മുന്നിൽ ഉറക്കം പറഞ്ഞു, ആയിഷ അല്ലാഹു നൽകിയതാണ്, ആരോഗ്യം മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതാണ്, യുവത്വം വിലമതിക്കാനാവാത്തതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഈ കാലഘട്ടത്തിൽ നമുക്ക് കടമകളുണ്ട്. ആ കടമകൾ സഹജീവികൾക്ക് സ്നേഹം പകരലാണ്, സഹജീവികളുടെ ദുഃഖങ്ങൾക്ക് പരിഹാരം പകർന്നു കൊടുക്കലാണ്, അവർക്ക് കൈത്താങ്ങു നൽകലാണ്. ഈ ആഹ്വാനത്തിന്റെ പരിധിയിലേക്ക് വളർന്നു വരുന്ന യുവസമൂഹത്തെ വലയം ചെയ്ത് കൈപിടിച്ചു കൊണ്ടുവന്ന് ആയിരക്കണക്കായ യൂണിറ്റ് കേന്ദ്രങ്ങളിൽ സാന്ത്വനം ക്ലബ്ബുകളെ രൂപീകരിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കായ രോഗികളിലേക്ക് ലക്ഷക്കണക്കായ പണം ചെലവിട്ടുകൊണ്ട് ആയിരക്കണക്കായ രോഗികൾക്ക് വാട്ടർബെഡുകളും വീൽ ചെയറുകളും നൽകി ആയിരക്കണക്കിന് രോഗികളുടെ കണ്ണുനീരൊപ്പുന്ന മരുന്നുകൾ നൽകി വീട് വെച്ചു നൽകി ആവശ്യമായ സഹായ
സഹായങ്ങളുടെയും പുനരധിവാസ പദ്ധതികളുടെയും പ്രവർത്തനങ്ങളിലേക്ക് സമസ്ത കേരള സുന്നി യുവജന സംഘം ഇറങ്ങി ചെല്ലുകയാണ്. അതിന്റെ 60ാം വാർഷിക സമ്മേളനം കേരളത്തിലേക്ക് കലഹത്തിന്റെയോ വിഭാഗീയതയുടെയോ വിളംബരമല്ല കൈമാറുന്നത്, വേദനിക്കുന്നവന്റെ കണ്ണുനീരൊപ്പുമെന്ന പ്രഖ്യാപനമാണ്. മനുഷ്യന്റെ ശരീരം കാർന്നുന്ന പനി പടർന്നു പിടിക്കുന്നത് പോലെ പടർന്നു പിടിക്കുന്ന മാരക രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. മനുഷ്യന്റെ പച്ചയായ ശരീരത്തിൽ നിന്ന് പാലിയേറ്റീവ് ക്ലിനിക്കിലെ നൈസ് വന്ന് പുഴുക്കളെ പറിച്ചെടുക്കുന്ന മഹാദുരന്തമാണ് ക്യാൻസർ. മരിക്കുന്നതിന്റെ മുമ്പ് ഒന്ന് ബോധം നഷ്ടപ്പെട്ടെങ്കിൽ അതൊരാശ്വാസമായി എന്ന് ചിന്തിക്കുന്ന ഹതാശയരായ രോഗികളാണ് ഈ സമൂഹത്തിലെ ക്യാൻസർ രോഗികൾ. അവർക്ക് ആവശ്യമായ പരിചരണവും ആവശ്യമായ പരിലാളനയും ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് തിരുവനന്തപുരത്ത് RCC സെന്റർ. അതിൽ പലപ്പോഴും മാരകമായി വേദന തുന്നുന്ന ക്യാൻസർ രോഗികൾക്ക് അഡ്മിറ്റ് വൈകുന്നത് ആവശ്യമായ സ്ഥല സൗകര്യങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷിക സമ്മേളനത്തോടനുബന്ധമായി തിരുവനന്തപുരത്ത് നിർമ്മാണത്തിനിരിക്കുന്ന ഈ സമൂഹത്തിന് സമർപ്പിക്കാനിരിക്കുന്ന സാന്ത്വനം കേന്ദ്രമുണ്ട്. രാജ്യത്തെ നൂറുകണക്കായ രോഗികൾക്ക്, ആ രോഗികളുടെ കൂടെയുള്ളവർക്ക് ഒരു നേരം തലചായിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ മാരക രോഗത്തിന് മരുന്ന് നേടാനുള്ള കാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഈ സമൂഹത്തിന് അത് സമർപ്പിക്കുകയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ചരിത്രവീഥികളുള്ളത്. അങ്ങനെയാണ് ഈ സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യവും അജണ്ടയും എന്ന് പറയുന്നത് സമുദായത്തിന്റെ അവസാന വാക്കായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശങ്ങളെയും നയങ്ങളെയും നിലപാടുകളെയും ഈ സമൂഹത്തിലേക്ക് കൈമാറുക എന്നതാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാൾവഴികളിൽ നമുക്ക് ഉറക്കെ പറയുവാനും അഭിമാനിക്കാനുമുള്ള ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്. ഈ രാജ്യത്ത് മഹാനായ വരക്കൽ തങ്ങളിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പതാക ഏറ്റെടുത്ത് ഇതിന് ജീവൻ നൽകി, സമ്പത്ത് നൽകി, ഇതിന്റെ കൂടെ നിന്ന മഹാനായ വാളക്കുളം ഉസ്താദ്, ആ വാളക്കുളം ഉസ്താദിന്റെ കൈപിടിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന ഗോതയിലേക്ക് കടന്നു വന്ന ഒരേ ഒരു പണ്ഡിതനെ ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പോൾ. ആ പണ്ഡിതൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കുറിച്ച് ആധികാരികമായി പറയാൻ അർഹതയുള്ള പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട മൗലാന എം.എ. ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ എം.എ. ഉസ്താദ് അന്ന് തൃക്കരിപ്പൂരിൽ ദർസ് നടത്തുമ്പോ മഹാനായ വാളക്കുളം ഉസ്താദുമായി സമസ്തയുടെ കാര്യങ്ങളിൽ ഇടപെടുവാനും ചർച്ച ചെയ്യാനും വേണ്ടി തൃക്കരിപ്പൂരിൽ നിന്ന് ട്രെയിൻ കയറുകയാണ്. അങ്ങനെ മഹാനായ വാളക്കുളം ഉസ്താദ് വന്നിറങ്ങുന്നത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ്. ആ പരപ്പനങ്ങാടി ട്രെയിൻ ഇറങ്ങി ആവശ്യമായ ഗതാഗത സൗകര്യങ്ങളില്ലാത്ത ആ കാലഘട്ടത്തിൽ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാൽനടയായി വാളക്കുളം ഉസ്താദിന്റെ അരികിലെത്തി വൈകുന്നേരം വരെ ഈ പ്രസ്ഥാനത്തിന്റെ നാടിമിടിപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് തിരിച്ചു തന്റെ ആസ്ഥാനത്തേക്ക് തിരിച്ചു പോകാൻ അതുപോലെ കിലോമീറ്ററുകള് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കാൽനടയായി യാത്ര ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തിയ ഭവനായ മൗലാന എം.എ. ഉസ്താദ്. സുഹൃത്തുക്കളെ, ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളോ പഴയകാല സ്ഥാപനങ്ങളുടെ നുറുകയിൽ കയറി അവകാശവാദം ഉന്നയിക്കാൻ എളുപ്പമാണ്. ആ സ്ഥാപനങ്ങളെ പടുത്തുയർത്തുവാൻ ഇന്നലകളിൽ വിയർപ്പ് ചെലവിട്ടവരെ കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് ആധികാരികമായി പറയാൻ കഴിയുന്നതോ ഈ രാജ്യത്ത് വളർന്നു വന്ന മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഓരോ കല്ലുകളിലും തൂണുകളിലും മൗലാന എം.എ. ഉസ്താദിന്റെ വിയർപ്പിന്റെ അംശങ്ങളുണ്ടോ, മഹാനായ തരുവണ ഉസ്താദിന്റെ അധ്വാനത്തിന്റെ ഫലങ്ങളുണ്ടോ. കേരളത്തിലാകമാനം സുഹൃത്തുക്കളെ, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
സൃഷ്ടിച്ചെടുക്കാൻ ഉലമാക്കളെ കണ്ടുകൊണ്ടോ ഉമറാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടോ ഈ രാജ്യത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളെ പോലും അതിജയിക്കുന്ന രൂപത്തിലോ സമുദായത്തിന്റെ പിടിയരി വാങ്ങി സമുദായത്തിന്റെ വരിസംഖ്യ വാങ്ങി ഒരു വലിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പടുത്തുയർത്തുവാൻ നടന്ന് കാലിന്റെ മടമ്പ് തഴമ്പിച്ച ഒരു പണ്ഡിതൻ ഇന്ത്യയിൽ നിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ അധ്യക്ഷരാകുന്ന മൗലാന എം.എ. ഉസ്താദാണ്. എം.എ. ഉസ്താദിനെ പോലെ നേതൃപരമായ പൈതൃകം അവകാശപ്പെടാൻ അവിടെ ഉയർത്തിപ്പിടിക്കുന്ന ആദർശപരമായ പൈതൃകം അവകാശപ്പെടാൻ അവിടെ വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിക ദൈവത്തിന്റെ സമൂലമായ മാറ്റങ്ങളുടെ മാതൃകകളുടെ അവകാശവാദം പറയാ സമാനമായ മറ്റൊരു സംവിധാനം ഈ രാജ്യത്തില്ല എന്നത് ആരുടെ മുന്നിലും അഭിമാനത്തോടെ പറയാവുന്നതാണ്. സുഹൃത്തുക്കളെ, മൗലാന എം.എ. ഉസ്താദിന്റെ കൂടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. സുഹൃത്തുക്കളെ, അവിടെ നടത്തുന്ന ഇസ്ലാമിക ദൈവത്തിന്റെ മുന്നേറ്റങ്ങളോ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കണ്ടോ മഹാനായ പാണക്കാട് തങ്ങൾക്ക് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ യുവജന സംഘത്തിന്റെ പതാക ഏറ്റുവാങ്ങി ഔലിയാക്കളുടെ ആശീർവാദത്തോടെ പരിമിതമായ അംഗസംഖ്യയിൽ ഒതുങ്ങി നിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ യൂണിറ്റുകള് പരിമിതമായ മെമ്പർമാരിൽ ഒതുങ്ങി നിന്നിരുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ ഇന്ത്യ രാജ്യത്തെ ജനലക്ഷങ്ങളുടെ പിൻബലമുള്ള ആധികാരിക പ്രസ്ഥാനമായി വളർത്തിയെടുക്കുന്നതിൽ നിതാന്തമായ ജാഗ്രതയും നിരന്തരമായ ശ്രമങ്ങളും നടത്തിയ ഏക പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ്. അവിടുന്ന് പ്രവർത്തിച്ചു. കേരളത്തിൽ നിന്ന് ഇന്ത്യയോളം അവിടുന്ന് വളർന്നു. ഇന്ത്യയിൽ നിന്ന് ലോകതലങ്ങളിലേക്ക് അന്താരാഷ്ട്ര തലങ്ങളിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നേതൃപരമായ പങ്കിലേക്ക് കേരളത്തിൽ നിന്ന് പ്രവർത്തന ഗോതയിലൂടെ വളർന്നു വന്ന മഹാനായ കാന്തപുരം ഉസ്താദ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് പ്രതീക്ഷയാണ്. ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായ പ്രതിസന്ധിക്ക് അവിടുന്ന് കഠിനാധ്വാനത്തിലൂടെ പരിഹാരം നൽകുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കാം. ഈ അടുത്ത കാലഘട്ടത്തിലാണ് മർക്കസിൽ നിന്നൊരു 10 ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘം പഞ്ചാബിലേക്ക് പോകുന്നത്. എന്തിനാണ് അവർ പഞ്ചാബിലെത്തുന്നത്? സുഹൃത്തുക്കളെ, അതിന്റെയും മുമ്പ് അവിടെ അതാ ഒരു പള്ളി നിർമ്മിക്കപ്പെടുകയാണ്. ഇന്ത്യ രാജ്യത്താകമാനം ആയിരക്കണക്കായ പള്ളികൾ നിർമ്മിക്കാൻ കാരണക്കാരനായ ഒരു പണ്ഡിതനുണ്ടോ, ഒരു നേതാവുണ്ടോ, ഒരു പ്രസ്ഥാനമുണ്ടോ? അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. മഹാനായ കാന്തപുരം ഉസ്താദാണ്. ആ പള്ളി അതാ പഞ്ചാബിൽ നിർമ്മിക്കപ്പെടുമ്പോ ആ പള്ളിയിലേക്ക് ഒരു ബഹുഭാഷ പണ്ഡിതനായ ദായിയെ വെക്കുമ്പോ ആ പ്രബോധകൻ പരിസരത്തെ മുസ്ലിങ്ങൾ അതാ പ്രബോധനത്തിലേക്ക് വിളിക്കുമ്പോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ ആ പണ്ഡിതൻ പള്ളിയിലേക്ക് വരുന്ന മുസ്ലിങ്ങളെ ശ്രദ്ധിക്കുമ്പോ അവർക്ക് ഇസ്ലാമിന്റെ പ്രാഥമികമായ പാഠങ്ങൾ ലഭിച്ചിട്ടില്ല. അവർ സിഖുകാരെ പോലെ കൃപാണം ധരിച്ചവരാണ്. സിഖുകാരെ പോലെ അലക്ഷ്യമായി തലപ്പാവ് വെച്ചവരാ. സിഖുകാരെ പോലെ അലക്ഷ്യമായി താടി നീട്ടിയവരാ. അങ്ങനെയുള്ള മുസ്ലിം ജനസഞ്ചയത്തെ മെല്ലെ മെല്ലെ ഇസ്ലാമിക ദൈവത്തിന്റെ പാതയിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുവന്നോ അവർക്ക് നിസ്കാരം പഠിപ്പിക്കുമ്പോ അവരെ ജമാഅത്തിന് സന്നദ്ധമാക്കുമ്പോ ആ പണ്ഡിതന്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു വാർത്തയുണ്ട്. പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന താടിയും മുടിയും നരച്ച 75-കാരനായ മുസ്ലിം കാരണവരുണ്ടോ? സുഹൃത്തുക്കളെ, പൗരാണികരായ പണ്ഡിതന്മാരും ഉമറാക്കളും സൃഷ്ടിച്ചെടുത്ത പള്ളിമിനാരങ്ങളിൽ കടിയടച്ച് പിണ്ടം വെക്കുന്ന ആഹ്വാനങ്ങളോ, പരസ്പരം കൊലവിളിയുർത്തുന്ന മുദ്രാവാക്യങ്ങളോ, പരസ്പരം പഴിചാരുന്ന പ്രഖ്യാപനങ്ങളോ, മഹല്ലത്തിലെ വിശ്വാസികളെ പരസ്പരം ഭിന്നിപ്പിക്കാനോ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ
എന്തിന്റെ പേരിലായാലും ഈ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിലില്ല. ഈ പ്രസ്ഥാനം ഈ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഈ പ്രസ്ഥാനം ഈ സമുദായത്തിന്റെ ദിനരാത്രങ്ങളെ കുറിച്ച് പഠിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയാണ്. അതിന് പരിഹാരം കണ്ടെത്തുകയാണ്. ആ പണ്ഡിതൻ അറിയുന്നു, 75 വയസ്സുള്ള വന്യവയോധികനായ മുസ്ലിം കാരണവർ നിസ്കരിക്കാനെത്തുമ്പോ ആ പണ്ഡിതനെ ചേലാക്രമം എന്താണെന്ന് അറിയില്ല. ആ കാരണവരുടെ സുന്നത്ത് കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടില്ല. വേദനയോടെ ആ പ്രബോധകൻ ഉസ്താദിനെ വിളിക്കുകയാണ്. ഉസ്താദേ, പള്ളിയിലേക്ക് വരുന്ന ജനങ്ങൾക്ക് എന്താണ് സുന്നത്ത് കർമ്മം എന്നറിയില്ല, എന്താണ് ചേലാക്രമം എന്നറിയില്ല. അങ്ങനെയാണ് മർക്കസിൽ നിന്ന് 10 ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘം പഞ്ചാബിലേക്ക് പോകുന്നത്. കൊച്ചുകുട്ടി മുതൽ 75കാരനായ മുസ്ലിം കാരണവർ അടക്കമുള്ള 300ഓളം വരുന്ന മുസ്ലിങ്ങളുടെ ചേലാക്രമം നിർവഹിച്ചിട്ടാ, അവരുടെ സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടാ അവിടെ ഇസ്ലാമിക ദൈവത്തിന്റെ ആദ്യപടി ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഇസ്ലാമിക ദൈവത്തിന്റെ ത്യാഗപൂർണമായ അനുഭവ യാഥാർത്ഥ്യങ്ങളുള്ള ഒട്ടനവധി കർമ്മ പരിപാടികളോ ഈ രാജ്യത്തിന് സ്വയസ് സമർപ്പിക്കുമ്പോ മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ജീവിതം അതിനു വേണ്ടി സമർപ്പിക്കപ്പെടുകയാ. നമുക്കൊരുപാട് സേവനങ്ങൾ ചെയ്യാനുണ്ടോ, ഒരുപാട് പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുണ്ട്. ഈ ഉമ്മത്തിന് ഒരുപാട് സേവനം ചെയ്യാനുണ്ട്. സുഹൃത്തുക്കളെ, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ജീവിതം അതല്ലേ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇന്നും പാതിരാവുകളിൽ കേരളത്തിന്റെ റോഡുകളിലൂടെ വാഹനങ്ങൾ നിരനിരയായി പോകുന്ന ഒരു കേന്ദ്രമുണ്ടോ? അതേ മഹാനായ കാന്തപുരം ഉസ്താദ് വീട്ടിൽ നിന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് അവിടത്തെ ഒന്ന് കാണണോ, ഈ ഉമ്മത്തിന്റെ വേദന പറയണോ, കുടുംബത്തിന്റെ സങ്കടം പറയണമെന്ന് കരുതി അവിടത്തെ വീട്ടുപടിക്കലിലേക്ക് ലക്ഷ്യമാക്കി കേരളത്തിന്റെ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന ഈ സമുദായത്തിലെ സംഘങ്ങൾ ഇപ്പോഴുണ്ടോ, ഇന്നലെയുണ്ടോ, അടുത്ത ഭാവികളിലും അത് തുടരുകയാണ്. ആ പണ്ഡിതൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീടിന്റെ ഉമ്മറത്ത് വരുമ്പോ അവിടെ ആദ്യമായി കേൾക്കുന്നത് എതിരാളികളാകുന്ന സംഘടനയിലെ നേതാക്കളുടെ തോന്നിവാസങ്ങളല്ല, അവരെ കുറിച്ചുള്ള പരദൂഷണങ്ങളല്ല. ആ പരദൂഷണങ്ങൾക്ക് അവിടുത്തെ ദർബാറിൽ സ്വീകാര്യതയില്ല. സുഹൃത്തുക്കളെ, ഈ ഉമ്മത്തിലെ വിവിധങ്ങളായ വേദനകൾ അവിടെ പങ്കുവെക്കുകയാ. മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരുണ്ട്, മദ്രസക്ക് ബിൽഡിംഗ് ഇല്ലാത്തവരുണ്ട്, കെട്ടിച്ചയക്കാനുള്ള പെൺമക്കളെ സങ്കടം പറയുന്നവരുണ്ടോ, ജുമാ നിസ്കരിക്കാൻ പള്ളിയില്ലാത്തവരുണ്ടോ, ആപാലവർഗം വരുന്ന ജനസമൂഹത്തിന്റെ സങ്കടങ്ങൾക്ക് ചെവി കൊടുത്തോ. ആ ദർബാറിലെത്തുന്ന ആരും നിരാശപ്പെടാറില്ല. അവിടെ എത്തുന്ന ആരും ഒരിക്കലും തന്നെ ടെൻഷൻ അടിച്ച് തിരിച്ചു പോരാറില്ല. കാണുന്നവർക്കൊക്കെ സമാധാനമാണ്, കണ്ടുമുട്ടുന്നവർക്കൊക്കെ മനഃശാന്തിയാ. അതും കഴിഞ്ഞവിടുന്ന് പോകുന്നവർക്ക് ചില ബുഖാരി ക്ലാസ് റൂമിലേക്ക് ആയിരക്കണക്കായ ഭാഷ സംസാരിക്കുന്ന ആ വിദ്യാർത്ഥി പണ്ഡിത സുഹൃത്തുക്കളുടെ മുന്നിൽ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ പ്രമാണമായ സ്വഹീഹ് ബുഖാരി അതേ 50 കൊല്ലക്കാലത്തില് സ്വഹീഹ് ബുഖാരി ക്ലാസ് എടുക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത നേതാവ് അതാ ആ ക്ലാസ് കഴിഞ്ഞ് വീണ്ടും തന്റെ ഓഫീസിലെത്തുമ്പോ രാവിലെ തന്നെ വീട്ടിൽ കണ്ടതുപോലെയുള്ള ജനസമൂഹത്തെയാണ് അവിടുന്ന് കാണുന്നത്. സുഹൃത്തുക്കളെ, ആ ആളുകൾക്കൊക്കെയും അവിടുന്ന് സമാധാനം നൽകുകയാണ്. ശാന്തിയോടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തിരിച്ചയക്കുന്നു. വീണ്ടും അവിടുന്ന് പ്രവർത്തന ഗോതയിലാണ്. രാത്രി 5ഉം 6ഉം വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുത്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അതേ അവിടുന്ന് തന്നെ വീട്ടിലേക്ക് വരുമ്പോ ഒന്ന് വീട്ടിലെത്തി കാലിന് നിവർത്തി കിടക്കാമെന്ന് കൊതിച്ചു വരുമ്പോ അവിടുന്ന് വീട്ടിൽ കയറി സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് ചുടുവെള്ളം വാങ്ങി കുടിക്കുമ്പോ ആ വെള്ളത്തിന്റെ കൂടെ ഭാര്യതാ തന്റെ മറുകൈ കൊണ്ടൊരു കെട്ട് കത്ത് കൊടുക്കുകയാണ്. എന്താണ് ആ കത്തെന്നോ? കാന്തപുരം ഉസ്താദ് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം ആ വീട്ടില് സങ്കടം പറയാൻ വന്ന ഉമ്മമാ, കിടിനി
നഷ്ടപ്പെട്ട ഭർത്താവിന്റെ കഥ എഴുതി കൊടുത്തതാ, വീടില്ലാത്തതിന്റെ സങ്കടം പറഞ്ഞതാ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളുടെ കണ്ണുനീരിനെ കുറിച്ച് എഴുതിയതാ, തന്റെ ഭാര്യ അർദ്ധരാത്രി പിന്നിട്ട് ഓടിത്തളിർന്നു വരുന്ന ശൈഖുനാന്റെ കയ്യിലേക്ക് ആ കത്തുകളെന്ന് നൽകുമ്പോ, സുഹൃത്തുക്കളെ, ആ കത്ത് നാളെയാകാം നോക്കലെന്ന് കരുതാതെ ആ കത്തുകൾ ഓരോന്നും വായിച്ചിട്ടല്ലാതെ, ഈ ഉമ്മത്തിന്റെ വേദന അറിഞ്ഞിട്ടല്ലാതെ, ഈ സമുദായം എഴുതി കൊടുത്ത സങ്കടാരജിക്ക് ചെവി കൊടുത്തിട്ടല്ലാതെ അവിടെ ഉറങ്ങാറില്ല. ആ കത്ത് തന്നെ ഖാദിമിന്റെ കയ്യിലേക്ക് നൽകുന്നു. അത് മുഴുവനും ശാന്തമായി വായിച്ചു കേൾക്കുന്നു. ഈ ഉമ്മത്തിന്റെ വേദനകൾക്ക് നാളെ എന്ത് പരിഹാരമെന്ന് ചിന്തിക്കാം, നാളെയും തന്റെ ഈ നിരന്തരമായ യാത്ര ആരംഭിക്കാം. ആ കത്തുകൾ ഓരോന്നും അവിടത്തേക്ക് പ്രചോദനം നൽകുന്നു. അവിടെ ഉണരുന്നത് ഈ സമുദായത്തിന്റെ സങ്കടം കേട്ടിട്ടാ, അവിടെ ഇടപെടുന്നത് ഈ സമുദായത്തിന്റെ വേദനകൾക്ക് പരിഹാരത്തിൽ, അവിടെ ഈ സമൂഹത്തോട് സംവദിക്കുന്നതും സംസാരിക്കുന്നതോ വേദനിക്കുന്ന സമുദായത്തിന്റെ പ്രശ്നപരിഹാരത്തിലോ. ഓടിത്തളർന്ന് കിടക്കയിലേക്ക് കാല് നിവർത്തി കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പ് അവിടെ ചെവി കൊടുക്കുന്നത് ഈ സമുദായത്തിന്റെ വേദനകൾക്ക്. അതുകൊണ്ട് തന്നെ ആ ദൗത്യമേറ്റെടുത്തുകൊണ്ട് SYS സമൂഹത്തിലേക്ക് ഇറങ്ങി സാധുക്കൾക്ക് അവർ വീട് വെച്ച് കൊടുത്തു, രോഗികൾക്ക് അവർ മരുന്ന് വാങ്ങിക്കൊടുത്തു, ആവതില്ലാത്തവർക്ക് അവർ വീൽ ചെയർ വാങ്ങിക്കൊടുത്തു. സുഹൃത്തുക്കളെ, ഇങ്ങനെ സമൂഹത്തിൽ അവർ കർമ്മനിരതരാവുകയാ. കേരളത്തിലെ നൂറുകണക്കായ ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ അതാ സുന്നി യുവജന സംഘത്തിന്റെ വളണ്ടിയർമാര് കാവലിരിക്കുകയാ. രോഗികളായി വരുന്ന, അപകടത്തിൽപ്പെട്ടു വരുന്ന അതാശയരായ സാധുക്കൾക്കൊന്ന് കൈത്താങ് നൽകാ. മക്കൾക്ക് ജോലിക്കിറങ്ങേണ്ട ദിവസങ്ങളിൽ ചിലത് മാറ്റിവെച്ചോ, അർദ്ധരാത്രി SYSന്റെ യൂണിഫോം അറിഞ്ഞോ ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ SYSന്റെ വളണ്ടിയർമാര് കാവലിരിക്കുകയാണ്. ഈ സമുദായത്തിന്റെ വേദനക്ക് പരിഹാരം നൽകാ, വേദനിക്കുന്നവന്റെ കൂടെ കൈവച്ചു കൊടുക്കാ. അതേ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീന് ദഅവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച്, സമയം സമർപ്പിച്ച്, സമ്പത്ത് സമർപ്പിച്ച്, ജീവിതം മുഴുവനും രാജ്യത്തിനും സമൂഹത്തിനും മതത്തിന്റെ പ്രബോധന മേഖലകളിൽ കൈമാറി അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചു മാത്രം പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലാതെ, ഭൗതിക താല്പര്യങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘമുണ്ടോ, അത് സമസ്ത കേരള സുന്നി യുവജന സംഘമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്, സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്, അതുപോലെയുള്ള നമ്മുടെ പ്രാസ്ഥാനിക സംവിധാനങ്ങളാണ്. എന്തിന് നമ്മൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, എന്തിന് നമ്മൾ ഇതിനു വേണ്ടി സമയം ചെലവിടുന്നു, എന്തിനു വേണ്ടി നമ്മൾ ഇതിന് അധ്വാനിക്കുന്നു? ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. ചണ്ടിരവറുകളായ നമുക്ക് ആഖിറത്തിലൊന്ന് രക്ഷപ്പെടണോ? ഈ ദുനിയാവിന്റെ സകലമാന ചാപല്യങ്ങളോ, ഈ ദുനിയാവിന്റെ സകലമാന ദൗർബല്യങ്ങളോ സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന ആധുനിക ലോകത്തെ യുവസമൂഹത്തിന്റെ മുന്നിൽ ഒരു പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയർപ്പിക്കാവുന്ന നേതൃത്വം നമ്മുടെ മുന്നിലുണ്ടോ? നമുക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിലൊന്ന് റെക്കമെന്റ് പറയാൻ ആത്മീയമായ പവറുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാത്മീയ നേതൃത്വത്തിന്റെ തണലിലാണ്, അവരുടെ ആത്മീയമായ നിറവിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, സയ്യിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് വഫാത്തായി പോയില്ലേ? അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. 13 വയസ്സ് മുതൽ ഇസ്ലാമിക ദൈവത്തിന്റെ പണ്ഡിതോചിതമായ നേതൃനിരയിലേക്ക് വന്ന, ജീവിതത്തിലാകമാനം സമ്പൂർണമായി ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച, അല്ലാഹുവിന്റെ അസ്മാഉകൾ ഓരോന്നും വിശുദ്ധമായ റമദാനുകളിൽ ആവർത്തിച്ച് പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് ഓരോ ഇസ്മുകളും ലക്ഷക്കണക്കിന് ചൊല്ലി തീർത്തോ. ആത്മീയതയുടെ റിയാദ വീട്ടിയ, ആത്മീയതയുടെ
ഒരുപാട് മികവുകളിലേക്ക് കടന്നുപോയ ഒരുപാട് ത്വരീഖത്തിന്റെ ഇജാസത്തുകളുള്ള നമ്മുടെ ശൈഖ് മഹാനായ താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പോലുള്ള മഹാനവറുകളുടെ കയ്യും പിടിച്ച് അതുപോലെയുള്ള മഹാന്മാരുടെ ഒരു റെക്കമെന്റ് കിട്ടി ആഖിറത്തിലും നീ രക്ഷപ്പെടണമെന്നല്ലാതെ നമ്മുടെ മുന്നിൽ മറ്റു ലക്ഷ്യങ്ങളില്ല. അല്ലാഹു ആർക്കത്തിൽ നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്ന അപാകതകൾ അല്ലാഹു മഹാന്മാരുടെ ഹക്കുകൊണ്ട് അവൻ കഴുകിക്കളഞ്ഞു തരട്ടെ. അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഒരു 5 മിനിറ്റ് ചെറിയ ദുആ നടത്തി നമുക്ക് പിരിയണം. നാളെ നല്ല പരിപാടിയും പ്രത്യേകമായ ദുആ മജ്ലിസും നടക്കാനുണ്ട്. അതുകൊണ്ട് ഇനി ദുആക്ക് വേണ്ടി ഞാൻ നിർത്തുന്നില്ല. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും എഴുന്നേറ്റ് മഹാനായ താജുൽ ഉലമയുടെ ഹദ്റത്തിലേക്ക് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലി ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. എല്ലാവരും അടുത്ത് വരുന്ന അകലെയുള്ള സുഹൃത്തുക്കളൊക്കെ അല്ലാഹുവേ, നീ ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. നീ ഞങ്ങളെ ഖിത്ബകളിലൊക്കെ ബറക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ തമ്പുരാനേ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനേ. തിരക്കില്ലാത്തവരൊക്കെ ദൂരന്ന് വന്നവർക്ക് പോകേണ്ടി വരും. അല്ലാത്തവരൊക്കെ നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ ഒന്ന് അടുത്ത് വരണം. വളണ്ടിയർമാരൊന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ദ്വാരക്കാ മജ്ലിസിലേക്ക് ഇറങ്ങി നിൽക്കുക. തിരക്കുള്ളവരൊക്കെ പോകാം. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ എല്ലാവരും കയ്യിലുള്ളൊരു സ്വതക്ക സംഘാടകർ വാങ്ങിയേക്കും, ഉണ്ടെങ്കിലും കയ്യിലുള്ളൊരു സ്വതക്ക സംഘാടകർക്ക് വേണ്ടി നൽകണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹാ നഹിയ വ അലൈഹാ നമൂതു വ അലൈഹാ നബഅസു ഇൻഷാ അല്ലാഹ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحمن يا الله, ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ പറഞ്ഞത്, പ്രവർത്തിച്ചത്, സംഘടിപ്പിച്ചത്, പ്രചരിപ്പിച്ചത്, ഇതിനു വേണ്ടി സ്വതക്ക നൽകിയത് എല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്ത എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ലാഹ്. ദീന പഠിപ്പിക്കുമ്പം ചെറുപ്പം മുതൽ ഞങ്ങളെ ഭക്ഷണം തന്ന് വളർത്തിയവരുണ്ട്. ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒത്താശ ചെയ്തവരുണ്ട്. നാട്ടിലും മറുനാട്ടിലുമായി ഞങ്ങളെ യാത്രകളിലും പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് സഹായങ്ങളും സൗകര്യങ്ങളും ഭക്ഷണങ്ങളും സബക്കുകളും തന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും പൊറുക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അർഹമർ റഹ്മാനായ രാജസയ്യിദായ അല്ലാഹ്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് കടപ്പെട്ടവർ, പരിസരങ്ങളിൽ മറവിട്ട് കിടക്കുന്നവർ, മരണം വിട്ടുപോയവർ എല്ലാവരുടെയും ഖബറിലേക്ക് നിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ ഖബറിലേക്ക് ഉപകാരപ്പെടുന്ന രൂപത്തില് നീ തന്ന മക്കളെ, ശിഷ്യന്മാര്, അയൽപക്ക, കുടുംബ സംഘടനാ ബന്ധങ്ങള് മരണം വരെ നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ആൺകുട്ടികൾ
കുട്ടികളില്ലാത്തവർക്ക് ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആഫിദീങ്ങളുമായ ആൺമക്കളെ തരണേ അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തുകളായ പെൺമക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, പല സ്ഥലങ്ങളിൽ വെച്ചൊരു കുഞ്ഞിക്കാൽ കാണാൻ കൊതികൊണ്ട് കരഞ്ഞ് ഞങ്ങളോട് ഏൽപ്പിച്ചവരുണ്ട്. നീ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പല ഭാഗങ്ങളിൽ പല പ്രയാസങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. അർഹമുർ റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്, ദുർബലന്മാരാണ്. ഞങ്ങളെ ശരീരത്തെ പോലും ഞങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങളറിയാതെ മാരക രോഗത്തിന്റെ വല്ല അണുക്കളും വളരുന്നെങ്കിൽ ഖാലിഖായ നാഥാ, ഈ മജ്ലിസിന്റെ ഇവിടെ നൽകിയ സ്വതക്കയുടെ ഹക്ക് കൊണ്ട് നീ അത് കരിക്കണേ അല്ലാഹ്, നീ അത് കരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ അറ്റാക്ക്, പ്രമേയം, പ്രഷർ, എയ്ഡ്സ്, ഷുഗർ പോലെ ഒരു രോഗം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ തളർത്തരുത് അല്ലാഹ്. ഞങ്ങളെ ഇബാദത്തിനും ഖിദ്മത്തും തടസ്സമാകുന്ന രോഗങ്ങളോ കളങ്ങളോ ഫളീഹത്തുകളോ തൊട്ട് ഞങ്ങളെ നീ തളർത്തി കളയരുതേ അല്ലാഹ്, മുഴക്കി കളയരുതേ അല്ലാഹ്. അല്ലാഹുവേ, മൗലാന ഉസ്താദ്, ചിത്താരി ഉസ്താദ്, മഹാനായ ഖബർ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ഞങ്ങളെ മുഴുവൻ ആത്മീയ നേതാക്കൾക്കും ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഈ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കി തരണേ അല്ലാഹ്. ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തെ ആസാറുകളോടുള്ള അദബ്, അവിടുത്തെ സുന്നത്തുകളോടുള്ള കടപ്പാട് ഞങ്ങളെ മനസ്സിൽ വളർത്തണേ അല്ലാഹ്, നിലനിർത്തണേ അല്ലാഹ്. അവിടുത്തെ പച്ചക്കുപ്പയുള്ള ജാറം ജീവിതത്തിൽ ആവർത്തിച്ച് സിയാറത്ത് ചെയ്യാനും മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജ് ഉംറ സിയാറ ജീവിതത്തിൽ ആവർത്തിച്ച് നിർവഹിക്കാനും ഞങ്ങൾക്കും ദുആ കൊണ്ട് കടപ്പെട്ടവർക്കും തുണയാകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിലെ സൽക്രമങ്ങളുടെ മുഴുവൻ സമാന പ്രതിഫലം ഞങ്ങളെ വിശ്വാസ കർമ്മങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കാവലിരുന്ന താജുലമയുടെ ഹളറത്തിലെത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ കാവലും മദതും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ലക്ഷക്കണക്കായ ഞങ്ങളെ സഹപ്രവർത്തകർ, സംഘടനാ നേതാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ അവിടുത്തെ മദതും കാവലുമുള്ള ദീനിന്റെ ഖാദിമുകളായി നീ സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അവിടുത്തെ കൈ പിടിച്ചുകൊണ്ട് അവിടുത്തെ വല്ലിപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ നിന്ന് ഒരിറ്റ് ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങളെ ഈ ഹിദ്മകളൊക്കെ ഞങ്ങളിൽ നിന്ന് കാരണങ്ങളായി സ്വീകരിച്ച് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു റഹ്മനാ വറഹം വാലിദീനാ വറഹം അസാതീദനാ വറഹം മൻ യർഹമുനാ വറഹം മൗതാനാ വറഹം ജമീഅ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലിക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സ്വതക്കകളൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. ഇനി നിങ്ങളോടൊന്നും ചോദിക്കണില്ല. ഞങ്ങളെ മമ്പാട് എടവണ്ണ ഭാഗം ഞങ്ങളൊക്കെ ജനിക്കുന്നത് നമുക്ക് ഇതുവരെ വായൂരിൽ നിന്നുള്ള വഹാബ് സക്കാബ് മുമ്പാടിന്റെ ആദർശ പ്രഭാഷണമായിരുന്നു ഷമി മാവൂരി ലൈവായിട്ട് എത്തിച്ചെന്നത്. നല്ല ക്ലിയർ ആയിട്ട് ഒരു കട്ടും ഇല്ലാതെ എത്തിച്ചെന്ന ഷമി മാവൂരിന് അല്ലാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദ്മാരൊക്കെ താഴെയുണ്ട്, HS ഉസ്താദൊക്കെ താഴെയുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ മൈക്കിലേക്ക് വരും. നമുക്ക് ആദർശ ചർച്ച നല്ല ഉഷാറായിട്ട് കൊണ്ടുപോകാം ഇൻഷാ അല്ലാഹ്.
താഴെയുള്ള ഉസ്താദുമാരൊക്കെ മേലോട്ട് വന്നാൽ ചോദ്യാർത്ഥികളും മുകളിലേക്ക് വരിക. കുറെ ആൾ നേരത്തെ കൈ ഉയർത്തി വന്നിട്ടുണ്ട്. പല ടെക്സ്റ്റുകളും അടിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിരിക്കുന്നവർക്കൊക്കെ ചോദ്യങ്ങളൊക്കെ മൈക്കിൽ വന്നിട്ട് ചോദിക്കാം. താഴെയുള്ള ഉസ്താദുമാർ പെട്ടെന്ന് മുകളിലേക്ക് വരിക. ചോദ്യകർത്താക്കളും മേലോട്ട് വരിക. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ് ചോദ്യകർത്താക്കൾക്കും ഉസ്താദുമാർക്ക് വേണ്ടി. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. വന്നിരുന്നത് അല്ലെങ്കിൽ കുറച്ച് മുറച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമല്ലേ കൊണ്ടോട്ടിയിൽ ഒരു മുസ്ലിം MLA എന്റെ അവസാനത്തുള്ളി രക്തവും ഞാൻ സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ശംസുല്ലമ പഠിപ്പിച്ചു രാഷ്ട്രീയ നയം. അതേ നമ്മളൊന്ന് നെക്കിയോക്കട്ടെ, നമ്മളൊന്ന് ടോർച്ചടിച്ചോക്കട്ടെ. സ്വപൂർവങ്ങൾ കുത്തിർന്നേരി മരുന്നിന്റെ ചൂട്ടം തരും, സോക്കോട്ട് മാറും. നിങ്ങളപ്പോഴത്തിന് തെറ്റിപ്പോവുകയാണ്, അതാ പ്രശ്നമോ. ഇരിക്കട്ടെ സഹോദരന്മാരെ. അതുകൊണ്ട് അത് നമ്മൾ പറയും. ഇവിടെ ചില കുട്ടികൾ മനസ്സിലാക്കിയത് മർക്കസിൽ തിരുകേശം വന്നതിന്റെ ശേഷം ഏപ്പിനെ ചീത്തറിയുണ്ടാക്കിയതാ സമസ്ഥാന. അതല്ലത്തെ കുട്ടികളെ, ഇത് കുറെ കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ്. മാത്രമല്ല അത് രണ്ടായിരം ഇപ്പോഴല്ല, എത്രയോ കൊല്ലം മുമ്പാണ്. ഇവിടെ സാധാരണക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ദത്തപ്പം മൂല്യന്മാരിങ്ങനെ രണ്ട് തലയിക്കെട്ട് രണ്ട് സ്റ്റേജുമേ. അതൊന്ന് തിരിയാൻ ഏതായാലും ഒരു അവസരങ്ങൾ തന്നല്ലോ. അതുകൊണ്ട് ചില വസ്തുതകൾ ഞങ്ങൾ ആമുഖമായി ചൂണ്ടിക്കാണിക്കാൻ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇവിടെ എന്താണ് ഈക്ക പറഞ്ഞ രാഷ്ട്രീയ നയം? ആ